സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം ഇവിടെ ഒരു കൂട്ടമായി കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കാനായിട്ട് അന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് അന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അങ്ങ് അറിയുന്നതിനായിട്ട് അന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആനുകാലിക വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ചയ്ക്കാണല്ലോ കൂടി വന്നിരിക്കുന്നത്. കർത്താവെ, ക്ലാസ് എടുക്കുന്ന പ്രിയ സഹോദരനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ സഹോദരനെ കർത്താവെ അങ്ങയുടെ കൃപ കൊടുത്ത് അവിടുന്ന് വഴി നടത്തുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കേണ്ട വിഷയത്തെപ്പറ്റി പഠിക്കുവാൻ വേണ്ട എല്ലാ കൃപയും നൽകിയതിനായിട്ട് അതിനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും വ്യക്തവും ഏറ്റവും സിമ്പിളായിട്ടും കർത്താവെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എല്ലാ കൃപയും അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ അത് ഞങ്ങളുടെ സമൂഹത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്നതിനെ ശരിയായിട്ട് വിലയിരുത്തി കർത്താവെ ഞങ്ങളുടെ സമൂഹത്തിൽ സുവിശേഷത്തിനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവൻ വെച്ച അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അല്ല, നമ്മളെ ഇന്ന് ജസ്റ്റ് ഇന്ന് പ്രോഗ്രാം ഒരു അൺഫോർച്ചുനേറ്റ് ഒരു ക്ലാഷ് ആയി നമ്മുടെ ടൈം. ഇന്ന് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഒരു ക്ലബുണ്ട്. അത് എബ്രഹാം ബ്രദറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എബ്രഹാം ബ്രദറിന് ഇന്ന് ഒരു ഒഴിവുള്ളൂ, അതുകൊണ്ടാണ്. ജസ്റ്റ് ക്യാരി ഓൺ. യൂട്യൂബിൽ ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല, നാളത്തെ ചെയ്യും. എങ്ങനെ? അല്ല, അനുബ്രതരാണ്ട് പറഞ്ഞായിരുന്നു. എന്തോ ഇല്ല, ഇന്ന് ചെയ്യുന്നില്ല. നാളെ റെക്കോർഡിങ് ചെയ്യുമായിരിക്കും. ഇല്ല, രാജാ ബ്രദറെ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. രാജാ ബ്രദറിന്റെ വോയിസ് ക്ലിയർ അല്ല. ഒന്ന് താഴെ പോയിട്ട് പറഞ്ഞേ. ഓക്കെ. അപ്പൊ അനുബ്രദറെ ക്യാരി ഓൺ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോളൂ. എനിവേ, സ്റ്റാർട്ട്. തുടങ്ങി. വിഷയാവതരണം അബ്രഹാം ബ്രദർ അല്ലേ? അതെ, ഞാൻ എന്റെ മറ്റേ ഐഡിയിൽ. ഓക്കെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ റൂമിൽ, ഈ ക്ലബിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സകലമാന മഹത്വവും. ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജിഹാദിന്റെ ചരിത്രം. അതിന്റെ പാർട്ട് 1 ആദ്യം ചെയ്യുന്നത്. ഇതിന്റെ തുടർ പാർട്ടുകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ്. വിഷയാവതരണത്തിനായി പ്രിയ കർത്താവിന്റെ ദാസൻ അബ്രഹാം ബ്രദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അബ്രഹാം ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മൈക്ക് എടുത്തോ. ഓക്കെ. രാജാ ബ്രദർ ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞോ. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അതായത് ഈ ജിഹാദികള് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം. ഈ പറയുന്ന ക്രൂസൈഡുകളാകട്ടെ, അല്ലെങ്കിൽ എന്ത് ലോകത്തിലുള്ള സകല തിന്മകൾക്കും കാരണം ക്രൂസൈഡുകളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇവർ എപ്പോഴും ഒരു വിക്ടിം കാർഡ് കളിക്കലുണ്ട്. അതായത് ഇവർ വളരെ നല്ലവര്, ഇവർക്ക് ഒരു കാര്യത്തിൽ ഇവർക്ക് പങ്കില്ല, എല്ലാം ക്രിസ്ത്യാനികളാണ് എല്ലാറ്റിനും കാരണം. അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് തന്നെ അമേരിക്ക എന്ത് ചെയ്താലും അത് ക്രിസ്ത്യാനികളുടെ തലയിലിടും, അല്ലെ ഇനി ബ്രിട്ടൻ എന്ത് ചെയ്താലും അതും ക്രിസ്ത്യാനികളുടെ തലയിലിടും. അപ്പൊ ഇവർക്ക് എപ്പോഴും ഉള്ള ഒരു ഇതാണ് വിക്ടിം കാർഡ് കളിക്കല്. അതായത് ഞങ്ങളെ എല്ലാവരും കൂടി ഉപദ്രവിക്കുന്നു, ഞങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല, ഞങ്ങളെ എല്ലാവരും ഉപദ്രവിക്കുന്നു എന്നുള്ള ആ ഒരു വാദം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്നല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ആഴ്ചകൾ നമ്മൾ അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ക്രൂസൈഡുകൾ ഉണ്ടായി, അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായ ചരിത്രപരമായ കാരണങ്ങൾ, ഈ ക്രൂസൈഡുകൾ നടക്കാനുള്ള ചരിത്രപരമായ കാരണങ്ങൾ എന്താണ്, ആ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നു, എത്രയൊക്കെ കൊടും ക്രൂരതകൾ ഇവർ ചെയ്തു, ഇതൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പോവാണ്. എബ്രഹാം ബ്രദറാണ് ക്ലാസ് എടുക്കുന്നത്. എബ്രഹാം ബ്രദർ അത് വളരെ നല്ല രീതിയിൽ അത് പഠിക്കുകയും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെ അതിൻ്റെ ഒരുപാട് രേഖകൾ ശേഖരിച്ചിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എബ്രഹാം ബ്രദറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ.
ഓക്കെ ഓക്കെ, താങ്ക് യു ബ്രദർ. ക്ലബ് ആൽഫയും ഒന്ന് ഷെയർ ഒമേഗയും. ചെയ്യണേ. ഒരൊറ്റ സെക്കൻഡ്, ഞാൻ ഒരു കാര്യം, ബ്രദേഴ്സ്, ഈ ക്ലബ്ബ് ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും, സോ ദാറ്റ് വി ക്യാൻ ജസ്റ്റ് കീപ് ദ റീപ്ലേ ഓൾസോ. പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു ബ്രദേഴ്സ്. ക്ലബ് എല്ലാവരും ഷെയർ ചെയ്യണേ. ആൽഫയും ഒമേഗയും കർത്താതി കർത്താവും രാജാവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. നമ്മള് ഇന്ന് മുതൽ ഒരു സീരിയസ് ആയിട്ട് ഇതെടുക്കാൻ പോവാണ്. ഇത് എത്ര നാള് ഇത് പോകുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്കിത് ആവുന്ന അത്രയും പോവാം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്യാൻസറോ മറ്റേതോ ഒന്നുമല്ല. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നോൺ മുസ്ലിംസിന് മാത്രമല്ല, മുസ്ലിംസിന് തന്നെ ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒരു സംഭവമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സിറിയയും ഇറാഖും ഒക്കെ കൺട്രോൾ ചെയ്തപ്പോൾ, ഐസിസ് എന്ന പേര് കൺട്രോൾ ചെയ്തപ്പോൾ നമ്മൾ അത് കണ്ടതാണ് എത്രത്തോളം ഇത് ഡിസ്ട്രക്റ്റീവ് ആണ്. മുസ്ലിംസിനും അല്ലാത്ത നോൺ മുസ്ലിംസിനും ഏറ്റവും അധികവും, പിന്നെ മുസ്ലിംസിനും പാവപ്പെട്ട മുസ്ലിംസിനും എല്ലാം ഏറ്റവും അധികം വെല്ലുവിളിയാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അഫ്ഗാനിസ്ഥാന്റെ കൺട്രോൾ ഏറ്റെടുത്തപ്പോൾ അവിടെ വന്ന ഡിസ്ട്രക്ഷൻ, അതിന്റെ കീഴിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കും അനാഥർക്കും എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. സോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സമാധാനമായി ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യാനോ, സമാധാനമായി നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിൽ ജീവിക്കുന്നതാണെങ്കിൽ സമാധാനപരമായി ഒന്ന് മാളിൽ പോകാനോ, സമാധാനപരമായ ഒരു ആഘോഷം നടത്താനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. കാരണം എവിടെയാ ഒരു ജിഹാദി ഒരു കത്തിയും എടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരു ലോറി ഓടിച്ചുകൊണ്ട് നമ്മുടെ നേരെ കയറുന്നത്, അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടിച്ച് മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് ബിൽഡിങ്സിൽ കൊണ്ടിടിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാം ചെയ്ത് മനുഷ്യരെ കൊല്ലുന്നത് എവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെപ്പോഴും ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പള്ളികളിൽ സമാധാനപരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന പള്ളിയിൽ വന്ന് ബോംബ് പൊട്ടി മരിക്കുന്നത്, ഇതെല്ലാം ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9/11 ശേഷം സെപ്റ്റംബർ 11 2001 അമേരിക്കയിൽ ഫേമസ് ആയിട്ട് 19 ജിഹാദികൾ പ്ലെയിൻ റാഞ്ചി എടുത്ത് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ ജിഹാദി പരിപാടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നതും അത് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതിനുശേഷമാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയ പരിപാടിയല്ല. 1400 വർഷം മുമ്പ് പ്രവാചകനെന്ന് സ്വയം പറഞ്ഞു വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി ദൈവം അള്ളാഹ് എന്ന് പറഞ്ഞൊരു ഒരു ഗോത്ര സങ്കല്പത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മെക്കയിൽ മദീനയിൽ തുടങ്ങിയതാണ് ഈ പരിപാടി. കൃത്യമായി പറഞ്ഞ 632 AD തുടങ്ങിയതാണ് ഈ പരിപാടി. ഇന്നും ഇന്നേം തുടങ്ങിയതല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നതല്ല, ഇനി തുടർമാനമായി ചിന്തിക്കാൻ പോകുന്ന 1400 വർഷമായിട്ടുള്ള ജിഹാദി കൊണ്ടുള്ള ബ്രൂട്ടാലിറ്റി, എൻസ്ലേവ്മെന്റ്, തെഫ്റ്റ്, ഡിസെപ്ഷൻ, റേപ്പ്, മറ്റ് സിവിലൈസേഷനെ നശിപ്പിക്കുക, കാഫിർ എന്ന പേരിൽ ഈ മതത്തെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഈ മതത്തോട് അതിന്റെ എൻസ്ലേവ്മെന്റ്, അതിനോട് കീഴ്പ്പെടാൻ ആഗ്രഹിക്കാത്തവരെ കൊന്നൊടുക്കുക, അവരുടെ ക്രൂരമായി അവരെ കൊന്നൊടുക്കുക, തലകൾ ഛേദിക്കുക, കൈകാലുകൾ വെട്ടുക, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക, നെഞ്ചത്ത് തീയിടുക. ഇപ്രകാരം നമ്മൾ ഇന്ന് വലിയ കാർട്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന പ്രകാരം നമ്മൾ കേട്ടിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു മതത്തിന്റെ പേരിൽ നമ്മൾ ലോകത്തിൽ ഇഷ്ടം പോലെ യുദ്ധങ്ങൾ മനുഷ്യർ അറിയുന്ന തൊട്ട്, അല്ലെങ്കിൽ മനുഷ്യർ ഓരോ സിറ്റികൾ ഉണ്ടാക്കിയ സമയം തൊട്ട് യുദ്ധങ്ങളുണ്ട്. പക്ഷെ യുദ്ധങ്ങളെല്ലാം പൊളിറ്റിക്കൽ റീസണിലായിരുന്നു, എല്ലാ യുദ്ധങ്ങളും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ ഒരു മതത്തിന്റെ പേരിൽ യുദ്ധം നയിക്കുന്നത്. ഇത് നമ്മൾ എങ്ങും കേട്ടിട്ടില്ലാത്തതാണ്, ഒരു മതത്തിന്റെ പേരിൽ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മതം എന്ന് പറഞ്ഞാൽ അതിന്റെ ജൂറിപ്രുഡൻസ് വരുന്ന, അല്ലെങ്കിൽ അതിന്റെ ആ നിയമം വരുന്ന ആ മതത്തിലുള്ളവർക്ക് മാത്രമാണ്. അതിന്റെ വെളിയിലുള്ളവർക്ക് അത് ബാധകമല്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം ആ മതത്തിലുള്ളവർക്കല്ല ബാധകം, അത് ലാൻഡ് ഓഫ് ലോ ആണ്. അത് ഇസ്ലാം എവിടെയാണോ ആ ഇസ്ലാമാണ് അവിടെ ഭൂരിപക്ഷമെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന സകലരും ആ നിയമം അനുസരിച്ചിരിക്കും. ആ നിയമം നമുക്ക് എല്ലാവർക്കും അതിന്റെ പേരറിയാം. അതിന്റെ പേരാണ് ഷെറിയ ലോ. ഈ ഷെറിയ ലോ എല്ലാവരും അനുസരിച്ചിരിക്കണം. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയ, ഇറാഖ് എവിടെ ഇത് വന്നാലും, സൗദി അറേബ്യ, ഇന്ന് നിങ്ങൾ ഗൾഫിൽ എവിടെ പോയാലും കഴിഞ്ഞാലും മുസ്ലിം
ഭൂരിപക്ഷമാണെങ്കിൽ അവിടുത്തെ നിയമം എല്ലാവരും അനുസരിച്ചിരിക്കും. അതേസമയം ഇന്ത്യയെ പോലുള്ള ഒരു സെക്യുലർ നേഷൻസിനകത്ത് ഹിന്ദുക്കൾക്ക് ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ബാധകമുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് ഒരു നിയമം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ബാധകമുള്ളൂ. അത് മറ്റുള്ളവർക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇസ്ലാമിന്റെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ നിയമം എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുകയാണ്. അത് ലാൻഡ് ഓഫ് ലോ ആവുക. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ പൊതു ശത്രുവിനെ എല്ലാ മതങ്ങളും, ഇസ്ലാം ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും ഒരുപോലെ ഇന്ന് മതമില്ലാത്തവരും നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ഇത് ലോക ജനതയ്ക്ക് ഇത് ഭീഷണിയാണ്, സിവിലൈസേഷൻസ് ഇത് ഭീഷണിയാണ്, രാഷ്ട്രങ്ങൾക്ക് ഇത് ഭീഷണിയാണ്, സകലത്തിനും ഇത് ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ചരിത്രമാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ക്ലബ് ഇട്ടു. അതിനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനകത്ത് ഓടിച്ചു പോകാൻ 7th സെഞ്ചുറി തൊട്ട് ഈ 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ടിൽ ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 20-ാം നൂറ്റാണ്ട് വരെ ജിഹാദ് കൊണ്ട് എത്രമാത്രം ദോഷം ഭൂമിക്കുണ്ടായി. റോമൻ എംപയർ തകർന്നു, ഡാർക്ക് ഏജിന് കാരണമായി, ലോകത്ത് ഡാർക്ക് ഏജ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അതുവരെ മനുഷ്യനുണ്ടായിരുന്ന എല്ലാ ഡെവലപ്മെന്റിനെയും അത് തുരങ്കം വെച്ചു. മനുഷ്യന് ഉണ്ടായിരുന്ന അറിവുകൾക്ക് അത് തുരങ്കം വെച്ചു. എത്രയോ ലൈബ്രറീസ് അത് നശിപ്പിച്ചു. അതുവരെയുള്ള മനുഷ്യന്റെ സകല പ്രയത്നങ്ങളും അതിനകത്ത് ഇപ്പോൾ അത് കണക്കാക്കുന്ന ഏകദേശം 90% ബുക്സും എല്ലാം ഇസ്ലാം മുഖാന്തരം നശിച്ചു, അല്ലെങ്കിൽ ജിഹാദ് നശിച്ചു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം മുഖാന്തരം നശിച്ചു. അപ്പോൾ നമ്മളത് ഓരോ സെഞ്ചുറി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കൗണ്ടർ പോയിന്റിൽ എന്ന് പറഞ്ഞ ഒരു ക്ലബ് ഹൗസിൽ ഒരു ക്ലബില് അലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യൻ നാമധേയനായ ഒരു വ്യക്തി, അദ്ദേഹം പറയുകയുണ്ടായി, സ്പെയിൻ മുതൽ ഇന്ത്യ വരെ അല്ലെങ്കിൽ സിന്ധ് വരെയുള്ള ഇസ്ലാം ഭരിച്ചിരുന്നത്, ഇസ്ലാം മറ്റ് റിലീജിയനോട് ടോളറന്റ് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനെ തന്നെ ഭരിക്കാൻ പറ്റത്തില്ലായിരുന്നു. മറ്റും റിലീജിയനോട് ടോളറന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം സ്പെയിൻ മുതൽ ഇന്ത്യ സിന്ധ് വരെ ഭരിച്ചതെന്ന് അദ്ദേഹം പറയാനിടയായി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഡിസീവിങ് ഇതാണ്. കാരണം നമ്മളെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഒരിക്കലും ടോളറന്റ് അല്ല. ഇന്ന് 21-ാം സെഞ്ചുറി വന്നിരുന്നുകൊണ്ട് ഇവർ ടോളറന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മതത്തെ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രമാണത്തെ നമ്മൾ പഠിക്കേണ്ടത് ആ സംഭവത്തോട് അടുത്തിരിക്കുന്ന സമയത്താണ്. അല്ലെങ്കിൽ 7-ാം സെഞ്ചുറിയിലാണ് ഈ മതം ഉണ്ടായ, 7-ാം സെഞ്ചുറിയിലാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ 7-ാം സെഞ്ചുറിയിൽ ആ മനുഷ്യൻ എന്ത് പറഞ്ഞോ, അന്നത്തെ പ്രമാണം എന്ത് പറഞ്ഞോ, അതായിരിക്കണം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. അല്ലാതെ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്ന ഒരു മനുഷ്യൻ പറയുന്നതല്ല മുഖവിലേക്ക് എടുക്കേണ്ടത്. 7-ാം സെഞ്ചുറി എന്ത് സംഭവിച്ചു, 7-ാം സെഞ്ചുറിയിൽ എന്ത് പറഞ്ഞു, അതായിരിക്കണം നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതാണ് ആധികാരികമായത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നത്. അപ്പൊ 7-ാം സെഞ്ചുറിയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ശരിക്കും 7-ാം സെഞ്ചുറിയിൽ ഒരു റെക്കോർഡ്സും ഇതിനില്ലെങ്കിലും പിന്നെ വരുന്ന ലേറ്റർ സെഞ്ചുറി 8ഉം 9ഉം 10ഉം സെഞ്ചുറി വരുന്ന ഇസ്ലാമിക് സ്കോളേഴ്സ് എല്ലാം ഒരുപോലെ പറയുന്നത് ഇസ്ലാം വാളിന്റെ തണലിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. ഇവൻ ഹദീസിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ മേഡ് വിക്ടോറിയസ് ത്രൂ ടെറർ. ടെറർ കൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വിജയങ്ങളും നേടിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 610 ഇദ്ദേഹത്തിന് വെളിപ്പാടുകൾ ലഭിക്കാൻ തുടങ്ങി. 570 ഇദ്ദേഹം ജനിച്ചു. 610 ഇദ്ദേഹത്തിന് വെളിപ്പാട് ലഭിക്കാൻ തുടങ്ങി. 622 ഇദ്ദേഹം 622 ഇദ്ദേഹം ഹിജ്റ നടക്കുന്നുണ്ട് മെക്കയിൽ നിന്ന് മെദീനയിലേക്ക്. അപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് എടുക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരുന്നു യൂട്യൂബിൽ, political islam.com. political islam.com ബിൽ വാർണർ. അദ്ദേഹം വളരെ നോളജബിൾ മനുഷ്യനാണ്. ഡബിൾ PhD ഉള്ള മനുഷ്യനാണ്. മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഡബിൾ PhD ഉള്ള ക്വാണ്ടം ഫിസിസ്റ്റ് ആണ്, ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ നടത്തിയ റിലീജിയസ് റിസർച്ചിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്നവരെല്ലാം അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയി ഇത് ചെയ്യണം. political islam.com എന്ന് പറഞ്ഞ സൈറ്റാണ്. ആ സൈറ്റിൽ അദ്ദേഹത്തിന്റെ റിസർച്ച് ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ബുക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. ഇസ്ലാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹം തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോഴ്സ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, 3 ലെവൽ 4, 4 ലെവലായിട്ട് അദ്ദേഹം ഈ കോഴ്സ് മുഴുവൻ നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് നമുക്കറിയാം, പലപ്പോഴും ഇവരുടെ ബുക്കുകൾ, അതായത് ഇപ്പൊ മുഹമ്മദിനെ കുറിച്ചുള്ള സീറ അറിയണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം
500, 600, 700 പേജുള്ള അറബിക് ബുക്കുകൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അതേ സമയത്ത് ഇദ്ദേഹത്തിന്റെ ബുക്കുണ്ട്, ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ കോമ്പാക്ട് ബുക്കാണ്. ആ ബുക്കിനകത്ത് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട സകല ഡീറ്റെയിലും അതിനകത്തുണ്ട്. അതുപോലെ നല്ല നമുക്ക് പഠിക്കാൻ പറ്റിയതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്കുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ബുക്കുണ്ട്. ഖുറാൻ വെറും 2 മണിക്കൂർ കൊണ്ട് ഖുറാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഖുറാന്റെ ബുക്കുണ്ട്. ഹദീസുകളെ കുറിച്ചുള്ള ബുക്കുണ്ട്. മുഹമ്മദിന്റെ ലൈഫിനെ കുറിച്ചുള്ള ബുക്കുണ്ട്. ഷെറിയ ലോയെ കുറിച്ചുള്ള ബുക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ, ഇസ്ലാമിലെ സ്ത്രീകൾ എങ്ങനെയാന്നുള്ള ബുക്കുണ്ട്. ക്രിസ്ത്യൻസ് ആൻഡ് ജൂസ്, ഇസ്ലാമിക് ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യൻസ് ആൻഡ് ജൂസിനോട് എങ്ങനെ ചെയ്യണം, സ്ലേവറി എന്തായിരിക്കണം, എങ്ങനെയെല്ലാം കൃത്യമായിട്ടുള്ള ബുക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സിമ്പിൾ ഖുറാൻ ഉണ്ട്, ദ അബ്രിഗേറ്റഡ് ഖുറാൻ ഉണ്ട്, ദ പൊളിറ്റിക്കൽ ട്രഡീഷൻ ഓഫ് ദ മുഹമ്മദ് എന്ന് പറഞ്ഞ ബുക്കുകളെല്ലാം ഉണ്ട്. വളരെ ഉപകാരപ്രദമായ ബുക്കാണ്. അതിനകത്ത് നിങ്ങൾക്ക് നമുക്ക് കോഴ്സായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം വളരെ റിസർച്ച്ഡ് ഇതാണ്. നല്ല അടിക്കലും ചിട്ടകളും നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഞാൻ മെയിൻലി ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബുക്കിന്റെ ബേസിസിലാണ്. ഒന്ന് ദ ഹിസ്റ്ററി ഓഫ് ജിഹാദ് ഫ്രം മുഹമ്മദ് ടു ഐസിസ് എന്നുള്ള റോബർട്ട് സ്പെൻസർ എഴുതിയ ബുക്കും, പിന്നെ എന്നുള്ളത് പറഞ്ഞാൽ ജിഹാദ് ഇൻ ദ വെസ്റ്റ്, മുസ്ലിം കോൺഗ്രസ് ഓഫ് ദ 7th to 21st century എന്നുള്ള ബുക്കും ഉണ്ട്. അതുപോലെ തന്നെ ലെഗസി ഓഫ് ജിഹാദ്, ഇസ്ലാമിക് ഹോളി വാർ ആൻഡ് ദ ഫെയ്റ്റ് ഓഫ് ദ നോൺ മുസ്ലിംസ്. ഈ 3 പുസ്തകത്തിൽ നിന്നാണ് വായിച്ച ഇതിന്റെ അടിസ്ഥാനത്തിൽ 7th century മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ആഴ്ചയും ഓരോ സെഞ്ചുറിയോട്ട് പോവാം. 7th century എന്ത് സംഭവിച്ചു, 8th century എന്ത് സംഭവിച്ചു, 9th century എന്ത് സംഭവിച്ചു, 10th century എന്ത് സംഭവിച്ചു, 11th century എന്ത് സംഭവിച്ചു. നമ്മൾ അറിയുന്ന പോലെ 11th centuryയിലാണ് ക്രൂസൈഡേഴ്സ് വരുന്നത്. ഇപ്പൊ ആദ്യത്തെ 5-6 നൂറ്റാണ്ടുകളിൽ മനുഷ്യനെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടും ആരും ഒന്നും ചെയ്തിട്ടില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ. അവസാനം വരുന്നതാണ് ക്രൂസൈഡേഴ്സ് 11th century. അത് നമ്മൾ ആ സമയം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ മാക്സിമം എടുക്കാൻ നോക്കുക 7th centuryയിലാണ്. വാസ്റ്റ് വിഷയമാണ്, ഒരുപാടുണ്ട്. ഞാൻ ഇതിന്റെ ബേസ് ഹദീസിലേക്കും ഖുറാനിലേക്കും ഞാൻ ഇതിന്റെ ബേസിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ബേസിലേക്ക് പോയാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. കാരണം അതുപോലെ മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആ ലിറ്ററേച്ചറിൽ നിന്ന് ജിഹാദിന്റെ ബേസ് അതിനെ പഠിപ്പിക്കാൻ ഞാൻ ഇവിടെ ഇഷ്ടം പോലെ അജീഷ് ബ്രദർ ഉണ്ട്, നമ്മുടെ ചാക്കോ പാസ്റ്റർ ഉണ്ട്. അവർക്കൊക്കെ ആ വിഷയത്തിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ജിഹാദിന്റെ അടിസ്ഥാനം ഹദീസുകളിലും ഖുറാനകത്തുമുള്ള ജിഹാദിന്റെ അടിസ്ഥാനം അത് ഞാൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. അത് ഒരുപാടുണ്ട്, അതുപോലെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുണ്ട്. സോ അതിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 7th century മെയിൻലി നമുക്ക് കിട്ടുന്ന ഹിസ്റ്ററി മുഴുവൻ ഇസ്ലാമിക് ട്രഡീഷനിൽ നിന്നാണ്. അതിന്റെ ഔട്ട്സൈഡ് ഇവരുടെ ഒരു ഹിസ്റ്ററി പറയാൻ തക്കവണ്ണം നമുക്കൊരു വാലിഡ് ഡോക്യുമെന്റ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് മുഴുവൻ ഇസ്ലാമിക് ട്രഡീഷന്റെ ബേസിസിലാണ്. ഇബൻ കത്തീറും തബരിയും ഒക്കെ എഴുതിയതിന്റെ ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ മാത്രമേ ഈ 7th century നടന്ന സംഭവം നടന്നതെന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആക്ച്വൽ ഹിസ്റ്ററി നമുക്ക് പറയാൻ തക്കവണ്ണം നമ്മുടെ ഡോക്യുമെന്റ്സ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ മെയിൻലി അറബ്സ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെയും കീഴിലുള്ള സമയമല്ലായിരുന്നു 7th century എന്ന് പറയുന്നത്. അതേസമയം പേർഷ്യൻ എംപയർസ് ഉണ്ടായിരുന്നു, ബൈസന്റൈൻ എംപയർസും ഉണ്ടായിരുന്നു. വെസ്റ്റിൽ പേർഷ്യൻ എംപയറും ഈസ്റ്റിൽ ബൈസന്റൈൻ എംപയറും ഉള്ളപ്പോൾ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഒരു ഗ്യാപ്പ് പോലെ നടന്ന സ്ഥലമാണ് അറേബ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി നമുക്കില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നത് മുഴുവൻ ഇസ്ലാമിക് ഹിസ്റ്ററി ഇതിൽ നിന്ന് മാത്രമാണ്. സോ ഇതിന്റെ ആക്ച്വൽ സംഭവം എന്താണ്, ഹിസ്റ്റോറിക്കലി ശരിക്കും നടന്ന സംഭവം എന്താണെന്ന് നമുക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ ജെറുസലേം ഒക്കെ എത്തുമ്പോൾ, ജെറുസലേം കോൺഗ്രസിലൊക്കെ എത്തുമ്പോൾ ചെറിയ ഔട്ട്സൈഡ് ഇസ്ലാമിക് സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അവരൊന്നും ഇസ്ലാമിക് ട്രഡീഷൻ പറയുന്ന സംഭവം അല്ല അവർ പറയുന്നത് സാസാനിയൻ എംപേഴ്സ് അവരെ അറ്റാക്ക് ചെയ്യുന്ന പറയുന്നത്. അതിനകത്ത് മുസ്ലിം എന്നില്ല, മുഹമ്മദ് എന്നില്ല, ഇസ്ലാം, ഈ 3 സംഭവങ്ങൾ അവിടെ ഒരു പ്രവാചകൻ എന്തുപോലും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഈ 3 സംഭവം അവിടെ ഇല്ല. സോ അതുകൊണ്ട് ആക്ച്വൽ ഹിസ്റ്ററിയിൽ എന്ത് നടന്നത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇവരുടെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ മാത്രമേ ഈ 7th century ഒക്കെ വരുന്നുള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇവരുടെ ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മുഹമ്മദിന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ നേരിട്ട് 27 വാറിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്ന് ഇവരുടെ ഹിസ്റ്ററി പറയുന്നു.
65 യുദ്ധങ്ങൾ ഇദ്ദേഹം തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തീരുമാനത്തോടെ നടന്നിട്ടുണ്ടെന്ന് ഇവരുടെ ഹിസ്റ്ററി പറയുന്നു. നമ്മളും ചിന്തിച്ചു നോക്കിയ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നേരിട്ട് 27 യുദ്ധങ്ങളിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നു. യുദ്ധത്തിന്റെ പേരുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ തരാം. ആദ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞത് ബദർ യുദ്ധമാണ്. വളരെ ക്രൂരമായ ഒരു യുദ്ധമാണ് അത്. അത് കഴിഞ്ഞ് ഉഹദ് യുദ്ധം വരുന്നുണ്ട്. ഇങ്ങനെ പല യുദ്ധങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് ഈ യുദ്ധത്തിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. സോ ഇതിന്റെ കോൺക്വസ്റ്റ് തുടങ്ങുന്നത് മെയിൻലി 632-633 കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ മരണത്തോട് കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ മെയിൻ കോൺക്വസ്റ്റ് തുടങ്ങുന്നത്. പല കോൺക്വസ്റ്റുകളുണ്ട്. കോൺക്വസ്റ്റുകളുടെ ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇവരുടെ സോഴ്സിൽ നിന്ന് ഇവർ ആദ്യം പറയുന്നത് ആദ്യത്തെ 4 ഖലീഫമാരുണ്ട്. ആദ്യത്തെ 4 ഖലീഫ ഇവർ പറയുന്ന റൈറ്റ്ഫുൾ ഖലീഫ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു. ഇന്നും ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം, ഈ ആദ്യത്തെ 4 ഖലീഫമാരുടെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു അതിലേക്ക് മടങ്ങി വരാൻ ഇവർ ആഗ്രഹിക്കുന്നു. അതാണ് ഏറ്റവും ഇസ്ലാമിന്റെ ഏറ്റവും ഗോൾഡൻ ഏജ് എന്ന് ഇവർ പറയുന്നത്. നമ്മൾക്ക് ഐസിസിനൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇസ്ലാം ഗോൾഡൻ ഏജിലേക്ക് മടങ്ങി പോകണം, ഇസ്ലാം റൈറ്റ്ഫുൾ ഖലീഫിന്റെ ഏജിലേക്ക് മടങ്ങി പോകണം എന്നാണ് അവരുടെ ആഹ്വാനം. അത് തന്നെയാണ് ഇന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആഗ്രഹം. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് ആദ്യം പിക്ചറിലേക്ക് വരുന്ന അബൂബക്കറാണ്. 632 തൊട്ട് 634 വരെ അബൂബക്കർ ഖലീഫയായിട്ട് ഭരിക്കുന്നു. അതിനുശേഷം ഉമർ വരുന്നുണ്ട്. 634 തൊട്ട് 644 വരെ ഉമർ വരുന്നുണ്ട്. അതിനുശേഷം ഉത്തുമാൻ വരുന്നുണ്ട്. 644 തൊട്ട് 656 വരെ വരുന്നുണ്ട്. അതിനുശേഷം അലി വരുന്നു. 656 തൊട്ട് 661 വരെ. ഈ 632 തൊട്ട് 661 വരെ ഉള്ളത് ഇവരുടെ ഗോൾഡൻ ഏജ്, അല്ലെങ്കിൽ റൈറ്റ്ഫുൾ ഖലീഫമാര് ഭരിച്ചിരുന്ന സമയം എന്നിവർ വിശ്വസിക്കുന്ന ഈ സമയമാണ്. ആ സമയത്ത് ഇവര്, ഞാനിനി ബുക്കുകളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, അതുകൊണ്ട് കുറെ ഇത് വരുന്നുണ്ട്. In detailing what happened, the early historians contradict one another to the numerous particulars, such as to the reliable sequence of events be defined, established, but there is no doubt. എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസിന് പല ഡൗട്ട്സും ഉണ്ട്. കാരണം നമ്മുടെ മെയിൻ ഇത് സോഴ്സ് വരുന്നത് ഇസ്ലാമിക് ട്രഡീഷനിൽ നിന്നാണ്. പക്ഷെ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. നോ ഡൗട്ട് that two great world powers of the day, the Eastern Roman Empire, also called the Byzantine Empire, and the Persian Empire, suffered a series of staggering defeat by the end of the 7th century. The Arab invaders has amused a huge empire of their own. Sassanid Persians was conquered altogether, and the Eastern Roman Empire was substantially reduced in size and placed in a state of ongoing siege, a state it would endure for the next 700 years. So ഇവിടെ പറയുന്നത് ആക്ച്വൽ ഹിസ്റ്ററി നടന്നത് നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതിൽ പല വേരിയേഷൻസ് ഉണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ നമുക്ക് തിരിച്ച് ഉറപ്പായിട്ടും പറയാം, ഈസ്റ്റേൺ സൈഡിൽ റോമൻ എംപയർ അല്ലെങ്കിൽ ബൈസന്റൈൻ എംപയറും, വെസ്റ്റേൺ സൈഡിൽ പേർഷ്യൻ എംപയറും അറബ്സിന്റെ കൈകളിൽ നിന്ന് ശരിക്കും നല്ലതായിട്ട് തോൽവി ഏറ്റുവാങ്ങി. എൻഡ് ഓഫ് ദ 7th സെഞ്ചുറി ആയപ്പോഴത്തേന് സസാനിയൻ എംപയർ അല്ലെങ്കിൽ പേർഷ്യൻ എംപയർ കംപ്ലീറ്റ് ആയിട്ട് അറബ്സിന്റെ കയ്യിൽ വന്നു. ഈ ബൈസന്റൈൻ എംപയർ അതിന്റെ സൈസ് എല്ലാം ചുരുങ്ങി ഈസ്റ്റിലേക്ക്, യൂറോപ്പിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന, ഇന്നത്തെ ടർക്കി ഉൾപ്പെടെ ഉള്ള സ്ഥലത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും ചരിത്രത്തിൽ അറിയപ്പെടാൻ പറ്റുന്നു. The conquest began during the Muslim scholar generally regarded as the first Islamic golden age, the period of the rightful guided caliphs, Abu Bakr, Umar, Uthman and Ali. Spanning 630 to 661, this period is held up to this day as the quintessential example of the what an Islamic state is out to be. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ കോൺഗ്രസ് തുടങ്ങുന്നത് 632 to 631, ഞാൻ നേരത്തെ പറഞ്ഞു റൈഫിൾ ഖലീഫിന്റെ ഇതിലാണ്. ഗോൾഡൻ ഏജ് ആയിട്ട് ഇന്നും ഇവർ കണക്കാക്കുന്നു. അതിലേക്ക് മടങ്ങിപ്പോകാൻ പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്നും കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ 7th സെഞ്ചുറിയിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് കോൺക്വസ്റ്റ് പോയിരിക്കുന്നത് മെയിനായിട്ട് കോൺക്വസ്റ്റ് ഓഫ് ഇറാഖ്. അത് മെയിൻലി നമ്മൾ എടുത്തു പറയേണ്ടത് ഖാലിദ് എന്ന് പറയുന്ന ഒരു ജനറലിനെ മെയിനായിട്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്.
കോൺക്വസ്റ്റ് ഇറാഖ് പോയിട്ടുണ്ട്, പിന്നെ കോൺക്വസ്റ്റ് സിറിയ, ടേക്കിംഗ് പേർഷ്യ, ടേക്കിംഗ് ജെറുസലേം. ബൈ ദ എൻഡ് ഓഫ് 650 ആയപ്പോഴത്തേന് ഓൾറെഡി ജെറുസലേം ഇവരുടെ കയ്യിലായി. ടേക്കിംഗ് ഈജിപ്റ്റ്, ഈജിപ്തിന്റെ സമയത്താണ് ഉത്തുമാൻ വരുന്നത്. പിന്നെ അലി കാലിഫേറ്റ് ആകുന്നു. അത് കഴിഞ്ഞ് മുവൈബ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പിക്ചറിലേക്ക് വരുന്നു. പിന്നെ മുവൈബ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുതിയ കാലിഫേറ്റ് ഉണ്ടാക്കുകയാണ്, ഉമൈഡ് കാലിഫേറ്റ്. അത് കഴിഞ്ഞ് കോൺക്രീൻ ടു നോർത്ത് ആഫ്രിക്ക വരെ എത്തും അവസാന 7th സെഞ്ചുറിയുടെ അവസാനം വരെ വരുമ്പോൾ. ഇത്രയും വരുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യാൻ, നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്കപ്പം ഓക്കെ, ഞാൻ ഇപ്പം എടുക്കാൻ പോകുന്ന ഹിസ്റ്ററി ഓഫ് ജിഹാദ് എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ്. പുസ്തകത്തിന്റെ പേജ് നമ്പർ 45 നമ്മൾ ഇപ്പോൾ പോകുന്നത്. സോ ഇവരുടെ കോൺക്വസ്റ്റ് എല്ലാം മെയിൻലി ഇവരുടെ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് സോളി ബേസ്ഡ് ഓൺ ഖുറാനും സുന്നയും ബേസ്ഡ് ചെയ്താണ് ഇവരുടെ കോൺക്വസ്റ്റ് മെയിൻലി പോകുന്നത്. ഇവരുടെ കോൺക്വസ്റ്റ് പോകുന്നിടത്തല്ല ഇവർ 3 ഓപ്ഷൻസ് ഇവർ കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക് ട്രഡീഷണൽസ് 3 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഇസ്ലാമിലേക്ക് ഇവർ സ്വാഗതം ചെയ്യും, ഇവരുടെ ഈ പുതിയ മതത്തിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ ജിസിയ എന്ന് പറഞ്ഞ ഒരു ടാക്സ് അടച്ചുകൊണ്ട് 2ാം കിട പൗരന്മാരായിട്ട് ഇവരുടെ കീഴിൽ താമസിക്കാം. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൈകളാൽ മരണപ്പെടാനുള്ള അവസ്ഥ. ഈ 3 ഓപ്ഷൻസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻസ് ഇവർ കൊടുക്കുന്നില്ല. സോ ഞാൻ വായിക്കാം. Shortly after the generally accepted date of Muhammad's death, 632, the Arab army swept out of Arabia with immense force and embraced upon a series of conquests unparalleled in the history of human history for the rapid and scope. In detailing what happened, early historians contradict one another on numerous particulars, such as no reliable sequence of events can be definitely established, but there is no doubt that two great world powers of the day, the Eastern Roman Empire and the Persian Empire, suffered a series of staggering defeat, and by the end of the 7th century, the Arab invaders had amassed a huge empire of their own. So, മുഹമ്മദ് മരിച്ചതിന് ശേഷം 632 ഷോർട്ട്ലി ആഫ്റ്റർ മുഹമ്മദ് മരിച്ചതിന് ശേഷം ഇവരുടെ ഈ കോൺഗ്രസ് തുടങ്ങുകയാണ്. ഈ കോൺഗ്രസ് തുടങ്ങുന്നതിൽ അൺപാരലൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഹിന്ദുവിലെ കേട്ടുകേൾവി ഇല്ലാത്ത പോലത്തെ ക്രൂരതകളുടെ ഒരു പരമ്പരയാണ് പിന്നീട് നടന്നത്. ഈ കോൺഗ്രസ്റ്റ് മെയിൻലി തുടങ്ങുന്ന സമയത്ത് 2 ഗ്രേറ്റ് വേൾഡ് പവേഴ്സ്, ബൈസന്റൈൻ എംപയറും പേർഷ്യൻ എംപയറും, ജനറലി അവർ വീക്ക് ആയിരുന്നു. 2 മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ടുള്ള തമ്മിലുള്ള യുദ്ധം. പേർഷ്യനും റോമനും ഉള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മള് അവരുടെ ചരിത്രം, അല്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് 600 വർഷം മുമ്പ് തൊട്ടുള്ള ഈ പേർഷ്യൻ എംപയർ വരുന്നത് തൊട്ടുള്ള ഇവർ രണ്ടുപേരും, ഗ്രീക്കും ഇവരും തമ്മിൽ എന്നും യുദ്ധമാണ്. നമുക്കറിയാം അലക്സാണ്ടർ പേർഷ്യനെ അറ്റാക്ക് ചെയ്തിരുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധം, അവരുടെ ഈ എംപയർസ് എന്നുകൊണ്ട് പോകണ്ടോ അന്ന് തൊട്ട് യുദ്ധമുണ്ട്. അപ്പോൾ ഈ കൃത്യമായി 7ാം സെഞ്ചുറിയിൽ ഇവർ കൃത്യമായിട്ട് വീക്ക് ആയിരുന്നു. 2 കാര്യങ്ങൾ മെയിൻ ഹിസ്റ്റോറിയൻസ് പറയുന്നു. ഒന്ന് പറയുന്നത് ഇവർ തമ്മിൽ യുദ്ധത്തിലുള്ള വീക്ക്നെസ്. 2ാമത്തെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പ്ലേഗ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലേഗ് അവരെ അപ്പോൾ നേരിട്ടിരുന്നു. അതിൽ 2ലും ഇവർ നല്ല വീക്കായിരുന്നു. ആ സമയത്താണ് ഈ അറബ്സ് പിക്ചറിലേക്ക് വരുന്നത്. സോ മനുഷ്യ ചരിത്രത്തിൽ അതുവരെ കാണാത്ത പോലെ ക്രൂരതകളുടെ പര്യായമായിരുന്നു പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയതെന്ന് ഇവിടെ ഹിസ്റ്റോറിയൻസ് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതിനകത്ത് അബൂബക്കറിന്റെ കാലത്ത് വരുമ്പോൾ അബൂബക്കർ മെയിൻലി യുദ്ധത്തിന്റെ ഇത് ഏൽപ്പിച്ചിരുന്നത് ഖലീദ് എന്ന് പറയുന്ന ഒരു ജനറലിനെയാണ്. അദ്ദേഹം ഈ മുഹമ്മദിന്റെ, ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം ഈ ഇവരുടെ ഹിസ്റ്ററീസ് മാത്രമുള്ള കേട്ടോ. മുഹമ്മദിന്റെ മെക്ക എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് ഖലീദ്. ഇദ്ദേഹം വളരെ ക്രൂരനായിട്ടൊരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ട്, ഇദ്ദേഹത്തിന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിട്ട് യുദ്ധത്തിലെ മുന്നിൽ നിൽക്കുന്ന രാജാവിന്റെ ഭാര്യമാരെ റേപ്പ് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടവിനോദം എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇദ്ദേഹത്തിന്റെ റേപ്പ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റേപ്പ്, ഇദ്ദേഹം സിറിയ കീഴടക്കിയപ്പോൾ അവിടുത്തെ സൊറാസ്ട്രിയൻ പ്രീസ്റ്റും അവിടുത്തെ രാജാവുമായിരുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം കൊന്ന് അദ്ദേഹത്തിന്റെ തല വെട്ടിയിട്ട്
ആ രക്തം ഒരു കുഴിക്കകത്ത് ശേഖരിച്ചിട്ട് ആ രക്തത്തിനകത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇട്ടിട്ട് ഇദ്ദേഹം റേപ്പ് ചെയ്യുന്നുണ്ട്. അത് അൺപാരലൽ ഓഫ് ഹിസ്റ്ററിയാണ്. അത് ഫേമസ് 7th സെഞ്ചുറി നടന്നത്. ഇവിടെ അലൻ പറയുന്ന പോലെ സമാധാനമൊന്നും അല്ല ഇവിടെ. സമാധാനം എന്ന് പറയുന്നത് ഇവിടെ ഒന്നും കേൾക്കാൻ പോലും ഇല്ല. സോ ഖലീദിനെയാണ് അബൂബക്കർ ഏറ്റവും മെയിൻ ആയിട്ട് ഏൽപ്പിച്ചത്, യുദ്ധത്തിന് മെയിൻ ആയിട്ട് ഏൽപ്പിച്ചത്. പക്ഷെ നമ്മൾ ഇവരുടെ ചരിത്രം നോക്കുമ്പോൾ ഖലീദും ഉമറും തമ്മിൽ ഖലീദും ആ, ഖലീദും ഉത്തുമാനും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഖലീദിനെ ഇഷ്ടമില്ലായിരുന്നു. ഈ ഖലീദ് ഉത്തുമാനെ വിളിച്ചിരുന്നത് ദ സ്മോൾ ലെഫ്റ്റ് ഹാൻഡഡ് മാൻ എന്നാണ് വിളിച്ചിരുന്നത്. ചെറിയ ഇടതുകരമുള്ള മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഈ ഉത്തുമാൻ പിന്നീട് ഖലീഫായിട്ട് വന്നപ്പോൾ ഈ ഖലീദിനെ എല്ലാ ഓഫീസുകളിൽ നിന്നും റിലീവ് ചെയ്ത് അദ്ദേഹത്തെ വീട്ടിൽ വിടുന്നു. അവസാനം ആരും അന്വേഷിക്കാനില്ലാതെ എവിടെയോ കിടന്നാണ് ഇദ്ദേഹം മരിക്കുന്നത്, ഈ ഖലീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ മരിക്കുന്നത്. So Abu Bakr needs Khalid to be as much as angry with him over the while his general was still at Yamana, the Caliph sent him a new order: go towards Iraq until you entered it. Begin with the gateway to India, which is Al-Ubadda, the render of the people of Persia and those nations under the rule president. So Abu Bakr ഖലീഫായിട്ട് വന്നതിന് ശേഷം ഖലീദിന് കൽപ്പന കൊടുക്കുന്നുണ്ട്, പോകാൻ പറ്റുന്ന ഇടം വരെ നിങ്ങൾ പോവുക, ഈ മതം പ്രചരിപ്പിക്കാൻ പറ്റുന്നവരെ പ്രചരിപ്പിക്കുക. അങ്ങനെ ഇദ്ദേഹം ആദ്യം എത്തുന്നത് ഇറാഖിലേക്കാണ്. സോ ഇറാഖാണ് അദ്ദേഹം ആദ്യമായിട്ടും ഇത് വരുന്നത്. സോ ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു ലെറ്റർ അയക്കും. ഇദ്ദേഹം ലെറ്റർ അയക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ മതത്തിൽ ചേരുക, ഈ പ്രവാചകനെ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിധി നിങ്ങൾ നേരിടുക, നിങ്ങൾ മരിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഹെറാക്കുലീസിനും ലെറ്റർ അയച്ചെന്ന് ഇവരുടെ ഇതിനകത്ത് പറയുന്നു. അതുപോലെ പേർഷ്യൻസിനും ലെറ്റർ അയച്ചെന്ന് ഇവരുടെ ഇതിനകത്ത് പറയുന്നു. പക്ഷെ അത് അല്ലാത്ത ചരിത്രത്തിലൊന്നും അങ്ങനെയൊന്നും ഒരറിവ് കിട്ടുന്നില്ല നമുക്ക്, ഇവരുടെ ഇതിനകത്ത് പറയുന്നുള്ളൂ. സോ ഇദ്ദേഹം വരുമ്പോൾ ഇറാഖ് എന്ന് പറയുന്നത് സാസേനിയൻ അല്ലെങ്കിൽ പേർഷ്യൻ എംപയറിന്റെ കീഴിലായിരുന്നു ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ. സോ ഇറാഖ് വാസ് വിത്തിൻ ദ ഡൊമൈൻ ഓഫ് സാസേനിയൻ പേർഷ്യ. ഇറ്റ് വുഡ് ബിക്കം ദ ഫസ്റ്റ് ലാൻഡ് ഔട്ട്സൈഡ് ഓഫ് അറേബ്യ ടു എക്സ്പീരിയൻസ് ജിഹാദ് എക്സ്പീരിയൻസ് ചെയ്ത ഔട്ട്സൈഡ് അറേബ്യയിലുള്ള ആദ്യത്തെ നേഷൻ ആയിരുന്നു പേർഷ്യ എന്ന് പറയുന്നത്. സാസാനിയൻ എംപയർസിന്റെ കീഴിലായിരുന്നു. Khalid stormed through the land, defeating Persians in 4 initial battles. In May 633, he reached the city of Al-Hira, the capital of the northern Euphrates region. Its Sasanian governor, Kabisha ibn Iyas, and the noblemen of the city came to welcome him. Khalid wasted no time explaining why he and his men were there. So, മെയ് 633 ഇദ്ദേഹം അൽഹിറ എന്ന് പറഞ്ഞ യുഫ്രട്ടീസ് റീജിയനിലുള്ള ഈ സ്ഥലത്തെത്തി. അവിടെ സാസാനിയൻ എംപയർസിനെ കാണുന്നുണ്ട്. കബീഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കബീഷ ആദ്യം ഖലീദിനെ വെൽക്കം ചെയ്തു. എന്നാൽ ഖലീദ് പറയുന്നതോടെ നിങ്ങൾ കേട്ടണം. I call you to the God and to Islam. If you respond to call, then you are Muslims. You obtain the benefit they enjoy and take up the responsibility they bear. If you refuse, then you must pay jizya. If you refuse the jizya, I'll bring against you the tribe of the people who are more eager for death than you for the life. We will then fight you until God decide between us and you. So ഇദ്ദേഹത്തിന് സാസാനി എംപയർസ് ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് സാസാനിയൻ ഗവർണർ വെൽക്കം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കോർട്ട് ഹൗസിലേക്ക്. അദ്ദേഹത്തിന്റെ കോർട്ട് ഹൗസിൽ വന്നിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്: ഞാൻ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന് നിങ്ങളൊരു മുസ്ലിം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ യു വിൽ ഒബ്റ്റെയിൻ ദ ബെനിഫിറ്റ്. നിങ്ങൾ അതിന്റെ ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ബട്ട് ഇഫ് യു റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ജിസിയ കൊടുക്കണം, അല്ലെങ്കിൽ ജിഫിയ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബ്രിങ് അഗൻസ്റ്റ് യു ദ ട്രൈബ്സ് ഓഫ് ദ പീപ്പിൾ ഹു ആർ മോർ ഈഗർ ഫോർ ഡെത്ത് ദാൻ യു ആർ ഫോർ ലൈഫ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈന്യങ്ങളെ കൊണ്ടുവരും. അവർക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നിങ്ങൾ മരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അവരെ കൊണ്ടുവരുമെന്ന് ഇദ്ദേഹം ഇവിടെ ത്രട്ടൺ ചെയ്യുന്നുണ്ട്. സോ
Another account has Khalid saying, "If you refuse the jizya, then we will bring against you people who love death more than you love drinking wine." അവിടെ പറയുന്നത്, നിങ്ങൾ ജിസിയ ഇത് ചെയ്യുവാണെങ്കിൽ, ഖലീദ് പറയുന്നതായിട്ടും അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ജിസിയ ഇത് ചെയ്ത് മൂന്നാമത്തെ ഇത് തെരഞ്ഞെടുക്കുവാണെങ്കിൽ ഞാനൊരു ജനങ്ങൾ കൊണ്ടുവരും, അവർക്ക് വൈന് കുടിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് നിങ്ങൾ മരിച്ചു കാണുന്നത്, അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് നിങ്ങൾ മരിച്ചു കാണുന്നത്. അങ്ങനെയുള്ള ഒരു ജനതയെ കൊണ്ടുവരുന്നുണ്ട്. സോ ഇവിടെ പറയുന്നു, കബീഷ വാസ് അൺപ്രിപ്പയർഡ് ഫോർ വാർ when he had no need to fight you. He told Khalid, "Rather, we will keep on to your religion and pay you jizya." The people of Al-Hira, the Muslim stronghold with the Zoroastrian Empire, agreed to pay Muslim 90,000 dirhams. അവർ അവസാനം ജിസിയ കൊടുത്ത് 90,000 ദിറംസ് ജിസിയ കൊടുത്ത് ഇതായിരിക്കും. കാരണം ഇവിടെ കബീഷ പറയുന്ന, ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ടു ഫൈറ്റ് വിത്ത്, എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ട, എനിക്ക് ഒരു താല്പര്യമില്ല, യുദ്ധം ചെയ്യേണ്ട താല്പര്യമില്ല, എനിക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു താല്പര്യമില്ല, ഞാൻ എന്തിനാ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ജിസിയ കൊടുത്തു. In the presenting, Kabisha was with his triple choice. Khalid was obeying the commandment of Quran and Muhammad. സോ ഈ മൂന്ന് ചോയ്സ് കൊടുത്തതിനകത്ത് ഇവിടെ റോബർട്ട് സ്പെൻസർ ഇവിടെ പറയുന്നത്, ഈ മൂന്ന് ചോയ്സ് കൊടുത്ത്, ഇൻ പ്രസന്റിംഗ് കബീഷ വിത്ത് എ ട്രിപ്പിൾ ചോയ്സ്, ഖലീദ് വാസ് ഒബേയിങ് ദ കമാൻഡ്മെന്റ് ഓഫ് ദ ഖുറാൻ ആൻഡ് മുഹമ്മദ്. ഓഫർ ദ പീപ്പിൾ ഓഫ് ബുക്ക്, ജൂയിഷ്, ക്രിസ്ത്യൻ ആൻഡ് സൊറാസ്റ്റിൻസ് കൺവേർട്ട് ടു ഇസ്ലാം, ആദ്യത്തേത്. Subjugation under the rule of Muslim, രണ്ടാമത്തെ. Signified by the payment of tax, the jizya, from which the Muslim were exempt or war. Given the paucity of the contemporary evidence of the Muhammad lives, ഇവിടെ പറയുന്നത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. Given the paucity of the contemporary evidence of Muhammad's life, or for the existence of Quran before the early 8th century, it is quite possible that Khalid was the originator of this triple choice. Rather than a believer obediently following the dictates of his prophet, in any case, the choice became codified in the Quran and the Islamic law and remains the primary source of Islam towards the people in the book of this day. So ഇവിടെ റോബർട്ട് സ്പെൻസർ അദ്ദേഹത്തിന്റെ ഇത് ഇവിടെ കൃത്യമായിട്ടുള്ള പഠനത്തിൽ അദ്ദേഹം എഴുതുന്നത്, മേ ബി ഇത് കാരണം ഈ 7th സെഞ്ചുറിയിൽ ഖുറാൻ എഴുതപ്പെട്ടിട്ടില്ല, ഇസ്ലാമിക് ട്രഡീഷൻസ് രേഖപ്പെടുത്തിയിട്ടില്ല, ഒരു ബുക്കുകളും ഇല്ല. എല്ലാ ബുക്കുകളും വരുന്നത് 8th 9th സെഞ്ചുറി. ഈവൻ ഖുറാൻ വരെ ഇന്നത്തെ നമ്മളുടെ റിസർച്ച് അനുസരിച്ച് ഖുറാൻ പോലും വരുന്നത് 8ാം സെഞ്ചുറിയുടെ അവസാനത്തോടെയൊക്കെ ഖുറാൻ വരുന്നത്. അപ്പം ഇവിടെ റോബർട്ട് സ്പെൻസർ പറയുന്നത്, ഈ ഇതിനകത്തോട് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്, ഈ ട്രിപ്പിൾ ചോയ്സ്, ഈ മൂന്ന് ചോയ്സ് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്ന ഖലീദിൽ നിന്നാണ്, അല്ലാതെ ഖുറാനിൽ നിന്ന് ഹദീസിൽ നിന്നില്ല. ഇദ്ദേഹം ഈ കൊടുത്ത മൂന്ന് ചോയ്സ് ആണ് പിന്നീട് ഹദീസുകളിലേക്ക് രേഖപ്പെടുത്തി ഇത് ഇന്നും ഇസ്ലാം ഇത് ഫോളോ ചെയ്യുന്ന ഈ ത്രീ ചോയ്സസ്. ഇത് ശരിക്കും വരുന്നത് ഖലീദിൽ നിന്നാണ് ഇവിടെ റോബർട്ട് സ്പെൻസർ പറയുന്നത്. Khalid wrote more harshly to the Sassanid Empire. Sassanid Empires-ന് അദ്ദേഹം ഒരു എഴുത്ത് എഴുതുന്നുണ്ട്. ആ എഴുത്ത് ഞാൻ വായിക്കാം. Praise be to God, who has scattered your servants, wrested your sovereignty away, and rendered your plotting weak. Whoever worships the way we worship, face the direction we face in prayer, and eats the meat slaughtered in our fashion, that person is a Muslim and obtains the benefit we enjoy and takes up the responsibility we bear. Now then, when you receive this letter, send a hostage and place yourself under my protection. Otherwise, by whom other than whom there is no God, I will more certainly send you people who love death just as you love the life. അദ്ദേഹം സാസാനിയൻസിന് എഴുതിയ അവർക്ക് എഴുതിയ എഴുത്താണ് ഇവിടെ നമ്മൾ വായിച്ചത്. Sasanian rulers soon realized these words were not empty. അത് കഴിഞ്ഞ് അവര് കാരണം ഡിസംബർ 633, നമ്മൾ നേരത്തെ പറഞ്ഞു മെയ് 633 ഇദ്ദേഹം യൂഫ്രട്ടീസ് റിവറിന്റെ അടുത്ത് ഒരു തമ്പടിച്ചിരുന്നു. പക്ഷെ ഡിസംബർ 633 Khalid arrived in Al-Fira, the Persian fortress on the Sasanian border, with the other great power of the day, the Byzantine Empire.
അതോടെ ഇവർ മനസ്സിലാക്കി ഈ ഭീഷണിയൊന്നും വെറും വാക്കല്ല, ഇത് ശരിക്കുമുള്ള ഭീഷണിയാണ്. ഇവർ മനസ്സിലാക്കി. Sasanian rulers soon realized that these were not empty words. Khalid stormed through Persia, offering the Persians the same ultimatum: converting to Islam, pay the jizya, or face war. He defeated the Persian in numerous battles at the fort of Dumma. A force of Christian Arabs joined the locals in defense against the Muslims. Khalid defeated them as easily as he had everyone else, beheaded their commander, and brought their daughters, who were renowned for her beauty, as a sex slave. ഡിസംബർ 633 വലിയ ആർമിയോട് വന്ന് ചെറിയ സിറ്റികളെല്ലാം സ്ട്രോം ചെയ്തു. അവരെ എല്ലാം കൊന്നൊടുക്കി. മെയിൻലി ഫോർട്രസ് ഓഫ് ദുമ്മ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അറബില് അവരെ കൊന്നൊടുക്കി. അവരുടെ സുന്ദരികളായ ചെറുപ്പക്കാരികളായ സ്ത്രീകളെ സെക്സ് സ്ലേവ്സ് ആയിട്ട് കൊണ്ടുപോയി ഇദ്ദേഹം. The Byzantines, seeing the Muslim advances all over Iraq, decided to aid the Persians against Khalid, even though they had not just fought a series of exhausting wars against each other. The 9th century Muslim historian Tabari has the Persian and the Byzantine exchanging intelligence about Khalid. This is a man who is fighting on the basis of religion. He had intelligence and knowledge. By God, he will most definitely be victorious, whereas we will most certainly fail. ഇത് തബരി എഴുതിയതാണ് ഇത് വായിച്ചത്. ഇവിടെ പറയുന്നത് ബൈസന്റിയൻ എംപയർ ഈ ഖലീദ് ഇങ്ങനെ കൊല്ലുന്നത് കണ്ടിട്ട് ബൈസന്റിയൻ എംപയർ പേർഷ്യൻ സസാനിയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്നിവിടെ പറയുന്ന. ഈവൻ ദോ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹം വന്നു എന്ന് ഇവിടെ പറയുന്നു. 9th സെഞ്ചുറിയിൽ തബരി ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്രകാരം, അതായത് പേർഷ്യൻസും ബൈസന്റീൻസും ഖലീദിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് എക്സ്ചേഞ്ച് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് തബരി ഇങ്ങനെ എഴുതി. ദിസ് മാൻ ഹു ഇസ് ഫൈറ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ഈ മാൻ റിലീജിയന്റെ ബേസിസിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹി ഹാസ് ഇന്റലിജൻസ് ആൻഡ് നോളജ്. By God, he will most definitely be victorious, whereas we will certainly be failed. It is doubt that 7th century Roman and Persian commanders were actually come like that, but they were certainly correct by the Khalid was fighting on the basis of religion. ഇവിടെ പറയുന്നു ആക്ച്വലി അവർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ താബരി പറയുന്നതിൽ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇദ്ദേഹം റിലീജിയന്റെ ബേസിലാണ് ഫൈറ്റ് ചെയ്യുന്നുള്ളത്. Correct. Everywhere he had gone in Persia, he had called the people to act Islam or pay jizya. For Khalid, the invasion of Persia was an expedition to bring Islam to the Sasanian Empire and to subjugate the Zoroastrians and Christians in Persia under the rule of Muslims. The Persians and Byzantines had every reason to concern. Khalid told his men, press your pursuit to them. Do not grant them any respite. The Muslims want a decisive war. Tabri knows that the cavalry commander would corner a group of them with the spear of his men. Having collected them, they would kill them. On the day of Al-Firat, 100,000 men were slain in the battle and the pursuit. 100,000 മെൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസംബർ 633 100,000, അതായത് 100,000 മനുഷ്യരെ അന്ന് കൊല്ലുവാനിടയായിത്തീർന്നു ഖാലിദ്. After this, Khalid returned to Arabia and made pilgrimage to Mecca, giving thanks to Allah for granting him so many great victories for Islam. അതിനുശേഷം അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്, മെക്കയിൽ വന്ന് ഹോമേജ് കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് വിക്ടറീസ് സമ്മാനിച്ചു. Khalid did so this to men who won the battle after the battle, reaching Damascus in August 633 and laying siege to it. But then his most important supporter, the Caliph Abu Bakr, fell mortally ill. Tabri says it was handiwork of those whom the Quran designate, Surah 5:82, and the worst enemy of the Muslim. The cause of his death was the Jews fed him with poison in the grain of rice. ഖലീദ് ഓഗസ്റ്റ് 634 ആയപ്പോഴത്തേന് ഓൾമോസ്റ്റ് ഡമാസ്കസ് വരെ ഇദ്ദേഹം റീച്ച് ചെയ്തു. പക്ഷെ ഡമാസ്കസിൽ ഇദ്ദേഹം റീച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബാഡ് ന്യൂസ് ഇദ്ദേഹത്തിന്റെ അടുത്തെത്തി. ഖലീഫ് അബൂബക്കർ ഫെൽ മോർട്ടലി ഇൽ, അദ്ദേഹം മരണാസന്നമായ രോഗത്തിൽ പെട്ടുപോയിരിക്കുന്നു. അതിന്റെ കാരണമെന്ന് പറയുന്നത്
the cause of his death was Jews fed him poison in a grain of rice. Grain of rice അല്ലെങ്കിൽ ഗ്രെയിൻ ഓഫ് റൈസ് അല്ലെങ്കിൽ കഞ്ഞിയിൽ വിഷം കൊടുത്ത് ജ്യൂസ് വിഷം കൊടുത്ത് എന്ന് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ലിറ്റിൽ ലെഫ്റ്റ് ഹാൻഡഡ് മാൻ ടേക്സ് ഓവർ. അതിനുശേഷം ഖലീഫേറ്റ് ലിറ്റിൽ ലെഫ്റ്റ് മാൻ അല്ലെങ്കിൽ ഉമർ ടേക്ക് ഓഫ് ചെയ്യും. അപ്പം ഉമറും ഈ ഖലീദും തമ്മിൽ ഭയങ്കര ശത്രുതയുണ്ട്. അതിനുശേഷം ഈ ഖലീദിനെ എല്ലാ ഇതിൽ നിന്നും Umar hated Khalid. Ibn al-Walid had not dimmed. Even as Khalid was defeating Byzantine armies, they were larger and better equipped in Syria. The little left-handed man എന്ന് ഖലീദാണ് ഉമറിനെ വിളിക്കുന്നത്. Umar sent word that he was relieving Khalid of all his commandments. അത് ഈ ഉമർ അധികാരത്തിൽ വന്നതിനോടെ ഖലീദിന്റെ എല്ലാ ഒഫീഷ്യൽ ഇതിൽ നിന്നും ഖലീദിനെ ഉമർ ഒഴിവാക്കി. ഖലീദ് കംപ്ലൈന്റ് ഹംബ്ലി. അതിനോട് ഖലീദ് ഹംബ്ലി അല്ലെങ്കിൽ മാന്യമായിട്ട് അതിനോട് യേസ് പറഞ്ഞു. സ്റ്റേയിങ് വിത്ത് ദ മുസ്ലിം ആർമി ആസ് എ ലെസർ കമാൻഡർ. ഹവർ ദ ഗ്രേറ്റ് ജനറൽ ഹാഡ് എ ലാസ്റ്റ് വെൻ. അദ്ദേഹം ആർമിയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ഒഫീഷ്യൽ ഇത് ചെയ്ത് അദ്ദേഹം അവിടെ നിന്നും പോകുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ളൊരു അന്ത്യം. ആരും വലിയ മൈൻഡ് ചെയ്യാതെ ഉള്ളൊരു അന്ത്യമാണ്. അതിന്റെ ശേഷം നമ്മൾ പിന്നീട് പോകുന്ന ടേക്കിംഗ് ഓഫ് സിറിയയിലോട് എടുക്കുന്ന അടുത്ത ഇതെന്ന് പറഞ്ഞാൽ സിറിയയിലെത്തുന്നതാണ്. സോ സിറിയയിലെത്തുമ്പോൾ the Byzantines amused a massive force to meet the Muslim at Yarmouk in Syria, once again far outnumbering the Muslims army. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യുദ്ധത്തിലെല്ലാം മുസ്ലിം ആർമീസ് ചെറുതാണ്. ഈവൻ പേർഷ്യയുടെ കൂടെ പോയാലും ബൈസന്റൈൻ എംപയർസിന്റെ കൂടെ യുദ്ധത്തിന് പോയാലും എല്ലായിടത്തും മുസ്ലിംസ് ആർമി ചെറുതും, അതേസമയം നമുക്കറിയാം പേർഷ്യ എന്ന് പറയുന്നതും ബൈസന്റൈൻ എംപയർസ് എന്ന് പറയുന്നതും വലിയ എംപയർസ്, അവരുടെ ആർമി വലിയതുമാണ്. പക്ഷെ ഇവിടെയെല്ലാം വളരെ അത്ഭുതകരമായിട്ട് മുസ്ലിം ആർമീസ് ആണ് ഇവിടെ ജയിക്കുന്നത്. അതിന് മുസ്ലിങ്ങൾ പറയുന്ന ന്യായം അല്ലെങ്കിൽ ഖുറാനകത്ത് അള്ളാഹ് പറയുന്ന ന്യായം അള്ളാഹുവിന്റെ സപ്പോർട്ടൂടെ ജയിക്കുന്നതെന്നാണ്. പക്ഷെ അതിന്റെ ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധം ജയിച്ചപ്പോൾ അള്ളാഹു അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കുന്നുണ്ട്. അള്ളാഹ് മലക്കുകളെ അയച്ചു എന്നെല്ലാം പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. എന്നാൽ ഉഹുദ് യുദ്ധത്തിൽ തോറ്റ് പ്രവാചകന്റെ പല്ല് എല്ലാം പോയപ്പോൾ അള്ളാഹു ആ തോൽവിയുടെ കാരണം മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിലിടുക. നിങ്ങളാരും അള്ളാഹുവിനെ ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ലോകത്തിലേക്കായി പോയി, നിങ്ങൾ അതിന്റെ ബൂട്ടി അതിന്റെ വാറിനകത്ത് കിട്ടുന്ന കൊള്ള മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ പറ്റിപ്പോ, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത് എന്നുള്ളൊരു രസകരമായ ഒരു സംഭവം ഇതിനകത്തുണ്ട്. നിങ്ങളത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജയിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് മുഴുവൻ അള്ളാഹുവും പ്രവാചകനും എടുക്കും, തോറ്റു കഴിഞ്ഞാൽ അത് മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിൽ വരും. അപ്പോൾ അള്ളാഹു അതിന് ഉത്തരവാദിയല്ല എന്നൊരു സംഭവം ഇവിടെ വരുന്നുണ്ട്. സോ ഇതിനകത്ത് രസകരമായ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ആർമീസ് ചെറുത് മുസ്ലിങ്ങളുമാണ്. യുദ്ധത്തിന് മുമ്പെല്ലാം ഇവര് സൂറ 8 ബിഫോർ ദ ബാറ്റിൽ stood before the Muslim and recite 8th chapter of the Quran. എല്ലാ യുദ്ധത്തിന് മുമ്പ് ഇവര് ഖുറാനിലെ 8ാമത്തെ സൂറത്ത് ഇവര് റിസൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ പറയും. The spoils of war, also known as the chapter of jihad, in order to instill in them the fighting spirit. It is said that the Muhammad had begun after the battle of Badr to recite this chapter before the battles, as he remained the excellent example. Surah 33:21 for the Muslim and practice continued. സോ ഇവർ ഈ യുദ്ധമെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് സൂറ 8ാം അധ്യായം ഇവർ റിസൈറ്റ് ചെയ്യും. ഇത് വളരെ വെൽ നോൺ ആയിട്ടും അറിയപ്പെടുന്ന ചാപ്റ്റർ ഓഫ് ജിഹാദ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുഹമ്മദ് ബദർ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് മുഹമ്മദ് ചെയ്തു എന്ന് പറയുന്നു. അത് സുന്നത്തായം കൊണ്ട് ഇവർ ഇന്നും അത് ചെയ്യുന്നു, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇവർ ഇന്നും. സോ ഇവരുടെ എക്സ്പെഡീഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇറാഖിൽ വന്നു, പിന്നെ അടുത്തത് സിറിയയിൽ വന്നു. സിറിയയിൽ നിന്ന് ഇവർ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം ഇവർ ബൈസന്റൈൻ എംപയർസിന്റെ അടുത്ത് വരുന്നുണ്ട്. Thus inspired, the Muslim rushed to engage the Byzantine in battle. In the later camp, morale was so high. The Byzantine Emperor Heraclius, meanwhile, was worried, and he told his lieutenant, "Did I not tell you, do not fight them? Do you have not staying power with these people? Their religion is a new religion that renews their persistence, so that no one will stand up to them, but he will be tested." സോ ഇവിടെ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഖലീദിന്റെ നേതൃത്വത്തിലും അതുപോലെ പിന്നീട് വരുന്ന ജനറൽസിന്റെ നേതൃത്വത്തിലും യുദ്ധത്തിലെല്ലാം ഇവർക്ക് വിജയം നേടുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ മൊറാൽസ് അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം വളരെ കൂടുതലും, അതേസമയം ബൈസന്റിനെയും സെസാനിയൻസിന്റെയും അവരുടെ ആത്മവിശ്വാസം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹെറാക്ലിസ് ഇപ്രകാരം പറഞ്ഞതെന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹെറാക്ലിസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇവരോട് യുദ്ധം ചെയ്യല്ല, നിങ്ങളോട് പറഞ്ഞല്ലേ. ഇവരുടെ റിലീജൻ ഒരു പുതിയ റിലീജൻ ആവുകൊണ്ട് ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഇവർ ചെല്ലുന്നിടത്തെല്ലാം ഇവർ വിജയം നേടുന്നുവെന്ന് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം സിറിയ, പിന്നെ അവിടുത്തത് പേർഷ്യയിലേക്ക് വരുന്നുണ്ട്. ഈ സിറിയയിൽ ഓൾമോസ്റ്റ് ഇവർക്ക് ബൈ ദ എൻഡ് ഓഫ് 750 ഒക്കെ ആയപ്പോഴത്തേന് ഇവർ ഓൾമോസ്റ്റ് സിറിയ മുഴുവൻ ഇവരുടെ കയ്യിലേക്ക് ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് പേർഷ്യ വരുന്നുണ്ട്. With Syria now almost entirely under the control of the invaders, the Muslims could not turn their back to Persia, but many were reluctant, according to the Tabari. The Persian front was among the most disliked and difficult of the warriors for them, because the strength of Persian sovereignty, their military force, their might, and their subjection of the nations. Finally, Umar made himself an appeal, basing it firmly upon the Islam. ഇവരവസാനം പേർഷ്യൻസ് അടുത്തോട്ട് തിരിയുന്നുണ്ട്. പക്ഷെ പേർഷ്യൻസ് അടുത്ത് തിരിയുമ്പോൾ തബരി രേഖപ്പെടുത്തിയിരിക്കുന്നത് പേർഷ്യൻസിന്റെ അടുത്തേക്ക് തിരിയുമ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ പലർക്കും ആത്മവിശ്വാസം ഇല്ലായിരുന്നു പേർഷ്യൻസിനെ ഇവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഉമർ ഫേംലി അവരുടെ ശ്രദ്ധ മുഴുവൻ നേരെ മതത്തിലേക്ക് തിരിക്കുകയാണ്. കാരണം ഇപ്രകാരം തബരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The Hijaz is not a home for you expecting foraging. Its inhabitants do not survive in it, except that where is the impulsive migrant for the sake of God's promise. Travel in the land that God had promised you in the book to make you heirs, for he said that he maketh it Islam triumph over all religion. Quran Surah 9:33, 48:28, 61:9. God is one who grants victory in his religion, strengthen his helper, and commit to the people of the inheritance of all nations, where are the righteous worshippers of God. ഇവിടെ ഇവരുടെ മൊറാല് കുറഞ്ഞു പോയപ്പോൾ, പേർഷ്യൻ എംപയറിലേക്ക് തിരിഞ്ഞപ്പോൾ ഉമർ ഇവരുടെ ശ്രദ്ധ നേരെ ഇതിലേക്ക് തിരിക്കുക, റിലീജനിലേക്ക് തിരിക്കുന്നുണ്ട്. അവിടെ ഉമർ പറയുന്നത്, നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത്, അല്ലെങ്കിൽ അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നു, that he may make it, അത് ഇസ്ലാമിനെ എല്ലാ റിലീജനും മേളിലാക്കും, എല്ലാ മതത്തിനും മേളിലാക്കുമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നു. സൂറ 9:33, സൂറ 48:28, സൂറ 61:9. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മൊറാല് ഇത് ചെയ്യും. Many Muslims heeded to the call as far as they could tell. Umar's word proved true. ഒരുപാട് മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ ഇത് കേൾക്കുകയും തിരിച്ച് യുദ്ധത്തിലേക്ക് മടങ്ങി വരികയും അങ്ങനെ the Muslims met a vastly superior Persian force at Buwaid on the Euphrates നദിയുടെ തീരത്ത്. ബുവൈദ്, BUWAIB, ബുവൈദ് എന്ന് പറഞ്ഞ നഗരത്തിൽ വന്ന് പേർഷ്യൻസിനെ, സുപ്പീരിയർ ആർമിയെ പേർഷ്യൻസിനെ നേരിടുന്നുണ്ട്. Muslim sources recorded that the Persian army was devastated, lost 100,000 men to Muslim 100. മുസ്ലിങ്ങളുടെ 100 യോദ്ധാക്കളുടെ മുമ്പിൽ പേർഷ്യൻസിന് 100,000 മെൻസ് ലോസ് ചെയ്തെന്ന് മുസ്ലിം സോഴ്സ് പറയുന്നുണ്ട്. യാഥാർത്ഥ്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ യാഥാർത്ഥ്യം ഒന്ന് ശരിയാണ്, അവർ തോറ്റു എന്നുള്ളത് ശരിയാണ്. Soon after that, the armies approached each other again in another town of Euphrates, Qudaysia. Despite their earlier losses, the Persians still vastly outnumbered the Muslims and were vastly better equipped. രണ്ടാമത് പിന്നെയും യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഖുദൈസിയ എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ അവർ തോറ്റെങ്കിലും പേർഷ്യൻസ് പിന്നെയും
ഈ പ്രാവശ്യവും വാസ്ലി ഔട്ട് നമ്പേർഡ്, മുസ്ലിംസിനേക്കാളും കൂടുതലായിട്ടുള്ള ഇവർ പിന്നെയും ഇവിടെ വരുന്നു. അതിങ്ങനെ അവരിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7,000 മുസ്ലിം എൻക്യാമ്പ് ടു ഫേസ് എ പേർഷ്യൻ ഫോഴ്സ് ഓഫ് 30,000 men. 30,000 പേർഷ്യൻസിന്റെ 30,000-എതിരെ 7,000 മുസ്ലിംസ് എൻക്യാമ്പ് ചെയ്തു. The Persians were derisive. Seeing the thinness of the Arab arrow, the Persian laughed, saying the invaders have come to armies with the spindles. Some of the Persian called out to the invaders, "You have no might or power of the weapons. What have brought on you? Turn back." The Arabs responded, "We shall not turn back. We are not kind of the people who turn back." സോ ഇവിടെ പറയുന്നത് പേർഷ്യൻസിന്റെ 30,000 മെൻസിനെതിരെ 7,000 മുസ്ലിം ആർമി ഇവിടെ എൻക്യാമ്പ് ചെയ്യുന്നു. ആ 7,000 ഇത് കണ്ട് പേർഷ്യൻസ് ഇവരെ കളിയാക്കുന്നുണ്ട്. ഇവരുടെ ആരോടെ വലിപ്പം കണ്ടൊക്കെ ഇവരെ കളിയാക്കുന്നുണ്ട്. സോ ഇതിനകത്ത് ഒരു രസകരമായ ഒരു സംഭവമാണ്, അത് ഞാൻ വായിക്കാം. ദ പേർഷ്യൻസ് ഇൻവൈറ്റഡ് ദ മുസ്ലിം. സോ ഇവരാദ്യം യുദ്ധം ചെയ്തില്ല. ഇവരെ ഇൻവൈറ്റ് ചെയ്തു, ഇവരുടെ കോർട്ടിലേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നത്? എന്ത് കാരണത്തിനാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്? കാരണം നമുക്കറിയാം ഇവര് ഒരു വലിയ രാജ്യമൊന്നുമല്ല, ഇവരൊരു മതമാണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ ഈ മതം നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ പേർഷ്യൻ എംബേസിനടുത്ത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവര് കാരണം അന്വേഷിക്കുന്നുണ്ട്. The Muslims sent a warrior named Al-Murayga who explained to the Rustam, the Persian commander, and his men about the Islam, and added, if you killed us, we shall enter paradise. If we kill you, you shall enter the fire, or handed over the poll taxes. സോ ഇവരുടെ കോർട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിംസ് ആർമി അവര് ഒരു ജനറലിനെ, ഒരു വാരിയറിനെ, പേര് അൽ മുഖീറ എന്ന് പറഞ്ഞ ഒരു വാരിയറിനെ ഇവരുടെ കോർട്ടിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു കിൽ അസ്, അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതിന്റെ കാരണം പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാരഡൈസിൽ പോകും. ഞങ്ങൾ നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലും പോകും. അല്ലെങ്കിൽ ഞങ്ങൾ ടാക്സ് അടയ്ക്കും. എന്താണേലും ഇവർക്കാണ് നേട്ടം. അതുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്ന പറയുന്നത്. ബട്ട് ദ പേർഷ്യൻ എംപറർ യാസ്ട്രീദ് III was intrigued. He summoned the Muslim envoys to his court and asked them what they wanted. When the rough jihadis entered, clad in the rustic cloaks and sandals and carrying whips, so ഇവിടെ പേർഷ്യൻ എംപയർ യാസ്ട്രിഗഡ് III, ഞാനത് ശരിക്കാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, സ്പെല്ലിംഗ് പറയാം, YACDEGERD, മൂന്നാമനായിട്ടുള്ള ഇദ്ദേഹം കോർട്ടിൽ വിളിക്കുന്നുണ്ട്. ഈ സമ്മൺ ദ മുസ്ലിംസ് എൻവോയ് ടു ഹിസ് കോർട്ട് ആൻഡ് ആസ്ക്ഡ് ദം വാട്ട് ദേ വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത്? ഇവരെ കോർട്ടിൽ വിളിച്ചിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത്? അത് അദ്ദേഹം ഇപ്പം ഈ ജിഹാദികളെ അവരുടെ കോർട്ടിൽ എൻട്രി ചെയ്തത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാധാരണ ഒരു വസ്ത്രമൊക്കെ ധരിച്ച്, കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ, കയ്യിൽ ചുമ്മാ ചാട്ടവാറുമായിട്ട് കുറെ ജിഹാദികൾ ഇവരുടെ കോർട്ടിൽ കയറി വന്നു. ആ കോർട്ടിൽ കയറി വന്ന ഇത് കണ്ടപ്പോൾ തന്നെ അവിടെ ഇരുന്നവർക്ക് തന്നെ ചിരി വരാം. പക്ഷെ അവരാരും ഇവരെ കളിയാക്കിയില്ല. അവിടെ പേർഷ്യൻ കോർട്ടിൽ ഇരിക്കുന്നവർ നല്ല ഏറ്റവും മുന്തിയ സ്പ്രേസ് ഒക്കെ അടിച്ച് നല്ല ഒരുങ്ങി ഇരിക്കുമ്പോൾ ഇവര് ജിഹാദികൾ ഇങ്ങനെ കയറി വരാം. അത് കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നെങ്കിൽ അവരാരും അവരെ കളിയാക്കിയില്ല. സോ യാസ്ട്രീദ് however was no mood of mockery. അദ്ദേഹം കളിയാക്കാനുള്ള മൂഡിലല്ലായിരുന്നു. He asked the Muslim point blank, why did you come here? What induced you to attack us to covert our country? സോ ഇവിടെ ഈ മഹാരാജാവ് കളിയാക്കാനുള്ള മൂഡിലല്ലായിരുന്നു. അദ്ദേഹം നേരിട്ട് പോയിന്റിലേക്ക് വന്നു. വൈ ഡിഡ് യു കം ഹിയർ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? വാട്ട് ഇൻഡ്യൂസ് ടു അറ്റാക്ക് അസ് ആൻഡ് കവേർട്ട് അവർ കൺട്രി? ഞങ്ങളെ കൺട്രി നശിപ്പിക്കാനും ഞങ്ങളുടെ കൺട്രി അറ്റാക്ക് ചെയ്യാനും നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് അവർ കൊടുത്ത മറുപടി, എ മെമ്പർ ഓഫ് മുസ്ലിം ഡെലിഗേഷൻ അൽ നുമാം ഇബൻ മുഖറിൻ ആൻസർഡ് ബൈ ടെല്ലിംഗ് ഹിം അബൌട്ട് ദ പ്രോഫറ്റ് whom he did not name, who promised us the goodness of this world and of the next, and brought all the tribes of Arabia under his sway. Willingly or unwillingly, the prophet said, Al-Numam ordered us to start with the nations adjacent to us, invite them to justice. He added, we are therefore inviting you to embrace our religion. This is a religion which approach all of us that is good and reject all of that is evil. If you refuse our invitation, you must pay the poll tax. This is a bad tiding, but not as bad
ആസ് ദ ഓൾട്ടർനേറ്റീവ് ഇഫ് യു റെഫ്യൂസ് ഇറ്റ് വിൽ ബി വാർ. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഈ മതത്തിൽ ചേരുക, ഇവരുടെ പ്രവാചകനെ അംഗീകരിക്കുക, മതത്തിൽ ചേരുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്നും ഇവർ ഈ ലക്ഷ്യം കൊണ്ടു നടക്കും കൃത്യമായിട്ടും. ലോകത്തിലൊരു മതം മറ്റു മനുഷ്യരെ കൊല്ലാനും യുദ്ധം ചെയ്യാനും മറ്റ് സിവിലൈസേഷനെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മതം മാത്രമേ ഉള്ളൂ. അവർ അന്നും ഇത് ചെയ്യുന്നു, ഇന്നും ഇത് ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും ബേസ് മതം മാത്രമാണ്, മറ്റൊന്നുമല്ല. കൃത്യമായിട്ടും മതം മാത്രമാണ്, മറ്റൊന്നുമല്ല. അങ്ങനെ അവസാനം യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തോടെ കംപ്ലീറ്റ് പേർഷ്യൻ എംപയർ ഇവരുടെ കയ്യിൽ വീഴുന്നുണ്ട്. ഈ യുദ്ധത്തോടെ when the Muslim took the Persian imperial capital of Stephion in 636, they entered the emperor's white palace, had the throne replaced with a pulpit, proclaimed that there was no God but Allah and Muhammad was his prophet, and said Friday prayers there. One of them quoted verses of the Quran about the opulence they had conquered, how much they left behind of the gardens and springs and copses and noble sites, and comfort therein they are amused. Thus we caused another people to inherit it, and the earth and the heaven and earth did not weep for them, nor were they repaid. Surah 44:25-25. സോ 636 ഇവർ പേർഷ്യൻ എംപയർ കീഴടക്കി അതിന്റെ ക്യാപിറ്റൽ സ്റ്റെഫിയോണിലെത്തി. അവിടുത്തെ എംപയറിന്റെ വൈറ്റ് പാലസിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ പുൾപിറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എഴുതി വെച്ചു, ദർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാ ആൻഡ് മുഹമ്മദ് ഈസ് ഹിസ് പ്രോഫറ്റ്. ഫ്രൈഡേ പ്രെയർ വൈറ്റ് പാലസിൽ നിന്ന് ഇവർ ഓഫർ ചെയ്തിട്ട് സൂറ 44:25-29 കോട്ട് ചെയ്തു. ഇങ്ങനെ കൃത്യമായിട്ടും പേർഷ്യയുടെ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പോകുന്നത് ഞാൻ പെട്ടെന്ന് ഓടിച്ചുവിടുക കാരണം കൃത്യമായിട്ട് വായിക്കാനുണ്ട്. അടുത്ത പോകുന്നത് ജെറുസലേമിലേക്കാണ്. The modern day Muslims historians Akbar Shah Najibedi portrays a Muslim conquered the 7th century as a magnanimous, beneficent and tolerant. ഇന്നത്തെ പുതിയ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ജെറുസലേമും പോലെ ഇതുപോലെയുള്ള എല്ലാം കോൺക്വർ ചെയ്തത് സമാധാനത്തോടു കൂടിയാ കോൺക്വർ ചെയ്യുന്ന പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അക്ബർ ഷാ നജീബിയുടെ ഇത് ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. When the Muslims army halted for a few days, the populace of the territory rose to welcome the Muslims as a provider of peace and prosperity. When the defeated nations watched with their naked eyes the blessings of peace, morality, divine affection, justice, mercy, courage, and the ambition of their victory, they put themselves in their service. It is an undeniable fact of the history that humanity saved itself only through the marching steps of Arab's force. ഇവിടെ മോഡേൺ ഡേ ഹിസ്റ്റോറിയൻ അക്ബർ ഷാ പറയുന്നത് ജെറുസലേം കീഴടക്കിയ വളരെ സമാധാനത്തോടു കൂടിയാ കീഴടക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അറബ്സിന്റെ കയ്യിൽ പെട്ടുപോയ മറ്റ് പേർഷ്യൻ സിറിയന്റെ ഇത് കണ്ടിട്ട് ജെറുസലേമിൽ ഇവരെ വെൽക്കം ചെയ്തു. പുതിയ ബ്ലെസ്സിങ്സ് ഓഫ് പീസ്, മൊറാലിറ്റി, ഡിവൈൻ അഫെക്ഷൻ, ജസ്റ്റിസ്, മേഴ്സി ഇതെല്ലാം വരാൻ വേണ്ടി അദ്ദേഹത്തിന് ഇവരെ വെൽക്കം ചെയ്തെന്ന മോഡേൺ ഡേ ഹിസ്റ്റോറിയൻസ് പറയുന്നത്. പക്ഷെ അന്നത്തെ താബിരി എല്ലാം പറയുന്നത് വേറെ അക്കൗണ്ടാണ്. അത് ഞാൻ ഇവിടെ വായിക്കുന്നു. So inhabitants of Jerusalem in the year 636 would undoubtedly have a different view. 632 ജെറുസലേമിന് ഡിഫറെന്റ് വ്യൂ ആണ് പറയാനുള്ളത്. So at the point it looked up as if Allah was pleased with the Muslims' level of devotion and ready to grant them more victories. It was one of the turn of Jerusalem. According to Tabari, Umar wrote its inhabitants. ഉമർ എഴുതിയ ഇവിടെ ലെറ്റർ ഞാൻ വായിക്കുന്നു. താബരിക്കകത്ത് അൽ തബരി ഹിസ്റ്ററി ഓഫ് തബരി വോളിയം 12 പേജ് നമ്പർ 119 ലൈനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. In the name of God, the merciful, the compassionate, this is the assurance of safety. Amen. With the servant of God, Umar, the commander of the faithful, hath granted the people of Jerusalem. He has given them an assurance of safety themselves, for their property, their churches, their crosses, the sick and the healthy of the city, and all the riches that belong to the religion. Their churches will not be inhabited by the Muslims and will not be destroyed. Neither they will nor land on which they stand, nor their cross, nor their property will be damaged. They will not be forced
forcibly converted. No Jews will live with them in Jerusalem. The people of Jerusalem may pay the poll tax jizya like the people of other cities, and they may expel the Byzantine and the robbers. ഇവിടെ തബരി പറയുന്ന ഈ ഉസ്മാൻ എഴുതിയെന്ന് പറയുന്ന ഈ ലെറ്ററിനകത്ത് അല്ല ഉമർ എഴുതിയെന്ന് പറഞ്ഞ ലെറ്ററിനകത്ത് ഉമർ ഇവരെ പറയുന്നുണ്ട്, ഇവര് മുസ്ലിം വന്നു കഴിഞ്ഞാൽ ഒരു ചർച്ചുകളും നശിപ്പിക്കത്തില്ല, സിനഗോഗുകളിൽ നിന്ന് യഹൂദന്മാരെ പുറത്താക്കത്തില്ല എന്നെല്ലാം പല പല വാഗ്ദാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി നടന്നത് സംഭവം ഒന്നും അങ്ങനെയല്ല, വളരെ വ്യത്യാസമാണ്. ഇതാ തബരിയുടെ വേർഷൻ. ബട്ട് ദ സോഴ്സ് ഡേറ്റിംഗ് ഫ്രം ദ ആക്ച്വൽ ടൈം ഓഫ് ദ കോൺഗ്രസ് ഡു നോട്ട് ഡെപിക്ട് എ കോൺഗ്രസ് ആസ് ബീങ് എ ക്വയറ്റ് ആൻഡ് മാഗ്നേഷ്യസ്. സോഫോറിയസ് എന്ന് പറയുന്ന പാട്രിയാർക്ക് ഓഫ് ജെറുസലേം, അദ്ദേഹം ഈ ഇൻവേഷനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ തബ്രിയുമായിട്ട് ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ്. അദ്ദേഹത്തിന്റെ ഇത് നമുക്ക് ഇവിടെ വായിക്കാം. ദ സോഫിയസ്, ദ പാട്രിയാർക്ക് ഓഫ് ജെറുസലേം, ഹു അക്കൗണ്ട് ടു ലെജൻഡ് turned the city over to the magnificent and tolerant Umar after the Arab conquest in 637, lamented the advent of Sarsanians. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ സൊഫേനിയസ് പാട്രിയാർക്ക് ഓഫ് ജെറുസലേം മുഹമ്മദിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഒന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇദ്ദേഹം പറയുന്നത് സാസേനിയൻസ് 637 ഇവരെ ഇൻവൈഡ് ചെയ്ത കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ തബരിക്കകത്ത് പറയുമ്പം സംഭവം വ്യത്യാസമാണ്. ഇദ്ദേഹം പറയുന്ന സംഭവം വ്യത്യാസമാണ്. ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദ സാസേനിയൻസ് who on the account of our sins have now risen up against the unexpectedly and ravaged all the cruel and feral design the ambitious and godly audacity. ഇദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ തന്നെ പാപം നിമിത്തം സസേനിയൻസ് ഞങ്ങൾക്കെതിരെ ഉയർന്നു. ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇൻ എ സെർമൺ ഇൻ ഡിസംബർ 632 to 637, സഫേനിയൻസ് ഡിപ്ലോർഡ് സോ മച്ച് ദ ഡിസ്ട്രക്ഷൻ ആൻഡ് ദ പ്ലണ്ടർ. ഒരുപാടാണ് ഡിസ്ട്രക്ഷനും കൊള്ളയടി എന്ന് പറഞ്ഞ പ്ലണ്ടർ. ആൻഡ് ദ ഇൻസിഡൻസ് ഔട്ട്പോറിംഗ് ദ ഹ്യൂമൻ ബ്ലഡ്. He said that the churches has been pulled down, the crosses mocked, and the vengeful and God-hating Sarsanians plundered the city, devastated the fields, burned down the village, set on fire the holy churches, overturned the sacred monasteries, opposed the Byzantine armies arrayed against them, and in fighting raising up the trophies of war, and add victory to victory. Striking, he made no mention of Congress coming to with a new prophet, religion, or a holy book. ഇദ്ദേഹം ഇവിടെ വിവരിച്ചിരിക്കുന്നത് തബരി പറയുന്ന പോലെ അല്ല, അല്ലെങ്കിൽ മോഡേൺ ഡേ സ്കോളേഴ്സ് പറയുന്ന പോലെ സമാധാനമൊന്നും അല്ല ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്ന സിറ്റിയെ മുഴുവൻ നശിപ്പിച്ച്, മുഴുവൻ കൊള്ളയടിച്ച്, ഇൻസെൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളേക്കാളും കൂടുതലായിട്ട് മനുഷ്യരുടെ രക്തം അതുവഴി ഒഴുകി. ഈ സെഡ് ദ ചർച്ചസ് ഹാസ് ബീൻ പുൾ ഡൗൺ, ചർച്ചുകൾ ഇടിച്ച്, ക്രോസ് മോക്ഡ്, ആൻഡ് ദ വെഞ്ചിഫുൾ ആൻഡ് ഗോഡ് ഹേറ്റിംഗ് സർസേനിയൻസ്. ഇദ്ദേഹം പറയുന്ന വെഞ്ചൻസ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, വെനിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ശത്രുതയും ഗോഡ് ഹേറ്റിംഗ് സറാസിയൻസ് പ്ലണ്ടർഡ് ദ സിറ്റി കൊള്ളയടിക്കപ്പെട്ടു. ഡിവസ്റ്റേറ്റഡ് ദ ഫീൽഡ്സ്, എല്ലാ കൃഷി ചെയ്യുന്ന ഇടങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ബേൺ ഡൗൺ ദ വില്ലേജ്, സകല വില്ലേജുകളും കത്തിച്ചു കളഞ്ഞു. സെറ്റ് ഓൺ ദ ഫയർ ഓഫ് ദ ഹോളി ചർച്ചസുകൾ എല്ലാം തീക്കിരയാക്കി. ഓവർടേൺ ദ സേക്രഡ് മൊണാസ്റ്ററീസ് എല്ലാം ഓവർടേൺ ചെയ്തു. ഒപ്പോസ് ദ ബൈസന്റിൻ എംപേഴ്സിന്റെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം അവരെക്കെതിരെ ഫൈറ്റ് ചെയ്തു. ഫൈറ്റിംഗ് റൈസ് അപ്പ് ഇൻ ദ ട്രോഫീസ് ഓഫ് ദ വാർ ആൻഡ് ആഡ് വിക്ടറി ടു വിക്ടറി. ഫൈറ്റിംഗ് ആണ് അവരുടെ ട്രോഫി എന്ന് പറയുന്നത്. അതുപോലെ സർസാനിയൻസ് വന്ന് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിക് ലെജൻഡ് വൈഡ്ലി ടേക്കൺ ആസ് എ ഫാക്ട് ഹാസ് ഇറ്റ് ദാറ്റ് സൊഫോഡിയസ്, ഇവിടെ ഇദ്ദേഹം പറയുന്നത്, സ്ട്രൈക്കിംഗ്ലി ഹി ഹാഡ് നോട്ട് മെൻഷൻ ദ കോൺഗ്രസ് കമ്മിങ് വിത്ത് എ ന്യൂ പ്രോഫറ്റ്, റിലീജിയൻ ഓർ എ ഹോളി ബുക്ക്. ഈ സൊഫോനിയസ് സ്ട്രൈക്കിംഗ്ലി അല്ലെങ്കിൽ ഈ പുതിയൊരു റിലീജിയനെ കുറിച്ചോ ഒരു പ്രോഫറ്റിനെ കുറിച്ചോ ഒരു ബുക്കിനെ കുറിച്ചോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതേസമയം ഗോഡ് ഹേറ്റിംഗ് സർസാനിയൻസ് അറ്റാക്ക് ചെയ്തെന്നാണ് പറയുന്നത് 637. ഇസ്ലാമിക് ലെജൻഡ്
വൈഡ്ലി ടേക്കൺ ആസ് എ ഫാക്ട്. ഇസ്ലാമിക് ലെജൻഡ്, അതായത് തബരിയും ഇതെല്ലാം ഇന്ന് നമ്മൾ വൈഡ്ലി ടേക്ക് നമ്മൾ ഒരു ഫാക്റ്റ് ആയിട്ട് എടുത്ത് നമുക്ക് അതിന് ഉപോത്ബകമായിട്ട് അല്ലെങ്കിൽ അതിന് മറ്റൊരായിട്ട് ഇത് ചെയ്യുന്ന ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നമുക്ക് ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം. Islamic legend widely take as a fact that has it that the Sophonians escorted Umar. ഇസ്ലാമിക് ലെജൻഡ് പറയുന്ന ഈ സൊഫോനിയൻസ് ഉമറിനെ എസ്കോർട്ട് ചെയ്തെന്ന് പറയുന്നത് ജെറുസലേമിലേക്ക്. Islamic legend widely taken as a fact has it the Sophonians escorted Umar around the Jerusalem. When they reached the Church of Holy Sepulchre, the Christians hosted Christ's tomb and was the site of a resurrection from the dead. Sophonians invited Umar to pray inside the great church. Umar magnanimously turned him down, explaining that his followers would use his prayer as a pretext to turn the church into a mosque, and then he wanted to leave it for the Christian instead. In his actual writing, Sophonius never mentioned this incident, nor did he even mention Umar at all. So, Islamic legend ഇപ്രകാരം പറയുന്നു, ഉമറും അവരുടെ സൈന്യവും വന്നപ്പോൾ സൊഫേനിയൻസ് ഉമറിനെ കൊണ്ട് നഗരം മുഴുവൻ കാണിച്ചു. ഹോളി സെപ്പക്കിൾ ചർച്ചിൽ കൊണ്ടുപോയി. യേശുവിന്റെ തോമ്പരുന്ന സ്ഥലം എവിടെയാണെന്ന് പറയുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലം എവിടെയാണെന്ന് പറയുന്നു. അവിടെ നിസ്കരിക്കാൻ സൊഫേനിയൻസ് ഉമറിനോട് പറയുന്നു. ഉമർ പറയുന്നു, ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ പള്ളി എന്റെ അനുയായികൾ ഇതൊരു മോസ്ക് ആക്കും, അതുകൊണ്ട് ഞാനിവിടെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് ഇത് ചെയ്യുന്നു. അതുകൊണ്ട് ആ പള്ളി ക്രിസ്ത്യൻസിന് വിട്ടുകൊടുക്കുന്നു എന്നെല്ലാം ഇസ്ലാമിക് ലെജൻസിൽ പറയുന്നു, തബരിയിലെല്ലാം പറയുന്നു. എന്നാൽ സൊഫേനിയൻസ് ഇതിനെക്കുറിച്ച് അറിയുന്ന പോലും പുള്ളി ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. സൊഫേനിയൻസ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചതാണ്. പ്ലണ്ടർ ദ സിറ്റി, ഡെവസ്റ്റേറ്റഡ് ദ ഫീൽഡ്സ്, ബേൺ ഡൗൺ ദ വില്ലേജ്, സെറ്റ് ഓൺ ഫയർ ഓൺ ദ ഹോളി ചർച്ചസ്, ഓവർടേൺ ദ സീക്രട്ട് മൊണാസ്ട്രീസ് ഓഫ് സസേനിയൻസ്, ദൈവമില്ലാത്ത ഗോഡ് ഹേറ്റിംഗ് സഫർ, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഹേറ്റ് ചെയ്യുന്ന ഒരു സസേനിയൻസ് വന്ന് നശിപ്പിക്കുന്ന സൊഫേനിയൻസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിക് ലെജൻഡിൽ മറ്റൊരു സംഭവം നമ്മൾ കാണും. According to Islamic tradition, however, Umar and Sophonians conclude a pact in which Christians were not allowed to build a new churches, carry arms or ride on horses, and must pay jizya, but were generally allowed to practice their religion and live their relatively peace. But Islamic tradition അനുസരിച്ച് ഉമർ സൊഫേനിയൻസിനെ സമ്മതിക്കുന്നുണ്ട്, പുതിയ ചർച്ചുകൾ പണിയാൻ പാടില്ല, ഉള്ള ചർച്ചുകളിൽ ഞങ്ങൾക്ക് ആരാധിക്കാം, ആയുധങ്ങൾ കൈക്കൊണ്ട് നടക്കാൻ പറ്റില്ല, ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ജിസിയ നിങ്ങൾ തന്നുകൊണ്ട് നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത്. Although this pact of Umar is not likely to be authentic, it is reflected the core tenets of Islamic legal system of Dhimma, or the contract of protection, which is to this day remain as a part of Islamic law. Protection was meant to be a sense more of that of benefactor, since the demi's life would be spared only if we convert to Islam or paid the jizya. ഇവിടെ പറയുന്നത് ഈ ഉമറിന്റെ ഈ കഥ ഓതന്റിക് അല്ലെങ്കിലും ഒരു കാര്യത്തിൽ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. ഈ ജിസിയ കൊടുത്ത് അല്ലെങ്കിൽ രണ്ടാം കിട പൗരന്മാരായിട്ട് ഇത് ചെയ്യുന്ന കാര്യം ഇസ്ലാമിക് ഖലീഫേറ്റിൽ നടന്നിരുന്നു. അത് ഇന്നും ഇസ്ലാമിക് ഖലീഫേറ്റ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ബൈ ദ എൻഡ് ഓഫ് 750 അല്ലെങ്കിൽ 650 ആയപ്പോഴത്തേന് ഓൾറെഡി ജെറുസലേം അണ്ടർ ദർ കൺട്രോൾഡായി. അത്രയും പേരെ അവരുടെ കൺട്രോളാക്കി. ഞാൻ ഓടിച്ചു പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് സമയം. ബ്രദേഴ്സ് ഇനി എടുക്കണോ? ഇനിയും ഉണ്ട്. ഇനി ഈജിപ്റ്റ് ഉണ്ട്, നോർത്ത് ആഫ്രിക്ക ഉണ്ട്. ഒരുപാട് സമയം ബോറാവോ? ഹലോ, കേക്കാവോ? ഹലോ, ആരുമില്ല. അനി ബ്രദറെ കേക്കാവോ? ഇനി കണ്ടിന്യൂ ചെയ്യാൻ അതാ ബോറാവോ? ഇല്ല, കേൾക്കാം. എബ്രഹാം ബ്രദർ കേൾക്കാം. ഇച്ചിരി ദൂരെ ഞാൻ കേൾക്കുന്നുണ്ട്, ബ്ലൂടൂത്തില് കേൾക്കാം. ഓക്കെ യാ. സോ 650 ആയപ്പോ ഓൾറെഡി ജെറുസലേം അണ്ടർ ദ കൺട്രോളായി. ഹോൾ ഓഫ് പേർഷ്യ, ഇറാഖ്, സിറിയ, പേർഷ്യ, ജെറുസലേം വരെ ഇസ്ലാമിക് ജിഹാദികൾ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത അവരുടെ ശ്രദ്ധ ജെറുസലേമിന് അടുത്ത ശ്രദ്ധ പോകുന്ന ഈജിപ്തിലേക്കാണ്. Jihad continued, and the Muslims had entered Egypt in 639. They behaved much the same way how elsewhere. The leader inversion, Amir ibn al-As, was extremely
ബ്രൂട്ടൽ. മറ്റുള്ളയിടത്തും ഇവരെങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഇവർ ഈജിപ്തിലേക്കും ഇവരുടെ കണ്ണുകൾ പോയി. ഇവിടുത്തെ ഈജിപ്തിലെ ഇൻവേഷൻ എന്ന് പറഞ്ഞ അമീർ ഇബൻ അൽ ആസ് എന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു. ഹി വാസ് എക്സ്ട്രീംലി ബ്രൂട്ടൽ. John of Nikoku, a 7th century Coptic Christian bishop, recounted in the 690s about what happened when Umar's army arrived in Egypt some 50 years before. അപ്പം ജോൺ ഓഫ് നിക്കേക്കു എന്ന് പറഞ്ഞ മനുഷ്യൻ 7th സെഞ്ചുറി കോപ്റ്റിക് ക്രിസ്ത്യൻ ബിഷപ്പാണ്. അദ്ദേഹം 690 ഉമറിന്റെ ആർമി ഈജിപ്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് 690 സംഭവിച്ചു കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പ്രകാരം വായിക്കുന്നു. അമർ ഇബൻ അൽ ആസ് ആണ് ഇതിന്റെ നേതൃത്വം കൊടുത്തത്. അമർ oppressed Egypt. He sent his inhabitants to fight the inhabitants of the Tripolitania. And after gaining a victory, he did not allow them to stay there. He took considerably booty from this country and a large number of prisoners. The Muslims returned to their country with booty and captives. The patriarch Cyrus felt a deep grief in the calamities in the Egypt because Amir, who was a barbarian origin, showed no mercy in his treatment to the Egyptian and did not fulfill the covenant which had been agreed with him. അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ അമീർ ഇവർ ഉണ്ടാക്കിയ കവനന്റ് ഒന്നും അനുസരിച്ചില്ല. ഇദ്ദേഹം എക്സ്ട്രീംലി ബ്രൂട്ടൽ ആയിരുന്നു ഈജിപ്ഷ്യനോട്. ഇദ്ദേഹം പറയുന്നത് ഈസ് എ ബാർബേരിയൻ ഒറിജിൻ ആണ് പറയുന്നത്. When they arrived in John's native town of Nikeku, they were no more merciful. അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. Then the Muslims arrived in Nikeku, which was not one single soldier to resist them. അവിടെ ഒരു സോൾജർ പോലും ഇല്ലായിരുന്നു ഇവരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ സ്ഥലത്ത്. ഈ ജോൺ അദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ് ആയ നിക്കോക്കിയിൽ എത്തിയപ്പോൾ മുസ്ലിംസ് എത്തിയ കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. The Muslims arrived in Nikiku. There was not a single soldier to resist them. They seized the town and slaughtered everyone they met in the street and in the churches, men, women, children, sparing nobody. Then they went to other places, pillaged and killed all the inhabitants they found. But let us now say no more, for it's impossible to describe the horrors the Muslims committed when they occupied the island of Nikiku. ഇവിടെ ഇദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എത്തിയപ്പോൾ, ഈ ചെറിയ ഗ്രാമത്തിൽ എത്തിയപ്പോൾ, ആ ഗ്രാമത്തിൽ ഒരു സോൾജർ പോലും ഇല്ല ഇവരെ എതിർക്കാൻ, മുസ്ലിം ആർമിയെ എതിർക്കാൻ. ഇവര് പട്ടണങ്ങളെ നിരോധിച്ചു, ഇവർ കണ്ടവരെ മുഴുവൻ കൊന്നു, ചർച്ചുകൾ മുഴുവൻ നശിപ്പിച്ചു, പുരുഷന്മാര്, സ്ത്രീകള്, ചിൽഡ്രൻ, കുട്ടികൾ, ഒരു വ്യത്യാസമില്ലാതെ എല്ലാരെയും കൊന്നു. They went to places, pillaged and killed all the inhabitants. അവിടെ കണ്ട എല്ലാരെയും, ആ നഗരത്തിൽ കണ്ട സകലരെയും അവർ കൊന്നൊടുക്കി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബട്ട് ലെറ്റ് us not say no more. ഞാൻ കൂടുതൽ പറയുന്നില്ല. For it is impossible to describe the horrors of Muslim committed. മുസ്ലിംസ് കമ്മിറ്റ് ചെയ്ത ഈ ഹൊറേഴ്സ്, ഇത് അതിന്റെ കൃത്യമായിട്ട് അത് വിവരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇതായിരുന്നു പറയും. എന്നിട്ട് അദ്ദേഹം അവിടെ ബാക്കിയുള്ളവരോട് ജിസിയ ഇത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് വില്ലേജിന് അലക്സാൻഡ്രിയയിൽ കോൺഗ്രസ് ചെയ്തത് എഴുതിയിരിക്കുന്നു. ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അൽ തബ്രി, ഹിസ്റ്ററി ഓഫ് തബ്രി, വോളിയം 13, പേജ് നമ്പർ 166 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. We assembled all the captives who were still in our care, and the Christians among them were grouped together. Then we began to bring forward every single man from among them was, and we gave them the choice between Islam and Christianity. When he chose Islam, we all shouted Allahu Akbar, even louder than we had done when the villages were conquered. And we gathered him with our ranks. We opted for Christianity. When he opted for the Christianity, the Christian would snort and pull him back to the mist while we were imposed jizya on him. അവിടെ ഈ അമർ അലക്സാണ്ട്രിയയിൽ എത്തിയ കാര്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് തബരിയില്. സോ ഇവര്
The conquered people did not welcome their overlords. Umar asked a Muslim who accompanied the expenditure. They were masking the conquest. Do not think the vast countries, Syria, Mesopotamia, Kufa, Basra, Egypt, did not are covered with the troops must have. Apparently, the troops were needed in order. So, 652 Apple already, Persia, Egypt were not to mean any jihadi at point. All Muslims were proceeding northwards as well. The Arabs conquered the Armenia in 642. They behaved not less brutality than they had elsewhere, killing untold numbers of people and taking captives and many more. The enemy army rushed into and butchered an inhabitants of the town by the sword. After a few days left, the Ismailites, Arab went back. Whence they had come, dragging them his host of captives, numbering 35,000. 642 642 already ഇവര് അർമേനിയ ഓൾറെഡി കീഴടക്കി. അവിടെ മരിച്ചവരുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 35,000 ആണ്. സോ by this time, Arabs were now a global force, controlling much of Syria, the Levant, as well as most of the Persia, Egypt. In the process of amazing the vast empire, they had smashed one great power, the Sasanian Empire, and greatly weakened the other empire, Byzantium. And much more victory in jihad was to come. സോ ഈ സമയമായപ്പോൾ 642 ഒക്കെ ഈ സമയമായപ്പോൾ 644 സമയമായപ്പോൾ ഓൾറെഡി കോൺകേർഡ് ഇറാഖ് അണ്ടർ ഖാലിദ്. പിന്നെ ഖാലിദിന് ശേഷം ഉമറിന്റെ കീഴിൽ സിറിയ, പേർഷ്യ, ജെറുസലേം, ഈജിപ്റ്റ്, അർമേനിയ, ഇത്രയും സ്ഥലങ്ങൾ ഇവർ ഓൾറെഡി ഇത് ചെയ്തു. ഇപ്പോൾ അറബ്സ് എന്ന് പറയുന്നത് 645 കാലത്തിലായപ്പോഴത്തേന് അറബ്സ് ഗ്ലോബൽ പവറായി, കൺട്രോളിങ് മച്ച് ഓഫ് സിറിയ as well as most part of Persia and Egypt. In the process of amazing the vast empire, they had smashed one great power, സസാൻ എന്ന് പറഞ്ഞ വലിയ സാമ്രാജ്യത്തെ അവർ തകർത്തു. ആൻഡ് വീക്കൻ ദ ബൈസന്റിയൻ എംപയർ. ബൈസന്റിയൻ എംപയർ എന്ന് പറഞ്ഞ അക്കാലത്ത് റോമൻ എംപയറിന്റെ ശേഷിപ്പായിരുന്ന ബൈസന്റിയൻ എംപയറിനെ വല്ലാതെ വീക്കൻ ചെയ്തു. എന്നിട്ടും yet Umar did not have long to savor his victories. His harsh treatment of the people he had conquered ended up killing him. ഇത്രയൊക്കെ വിക്ടറി ഉണ്ടായിട്ടും ആ വിക്ടറിയിൽ സന്തോഷിച്ച് ജീവിക്കാൻ ഉമറിന് പറ്റിയില്ല. 644 ആയപ്പോൾ ഉമർ കൊല്ലപ്പെട്ടു. ഇദ്ദേഹം കീഴടക്കിയ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും ഒട്ടും കൊടുക്കാത്ത സ്വാതന്ത്ര്യ നിമിത്തം 644 ഫയൂസ് അൽ നിവാദി, also known as Abu Luha, a Christian slave who had been captured by the Muslims during the conquest of Persia, stabbed Umar many times while he was leading prayers in the mosque of Medina. He died 3 days later. 644 അബുലഹൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്ലേവ്, ഇദ്ദേഹം കീഴടക്കിയ പേർഷ്യയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ സ്ലേവ്, ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തെ സ്റ്റാബ് ചെയ്ത് കൊന്നു. അതിനുശേഷം ഉത്തുമാൻ വരുന്നുണ്ട്, ദ തേർഡ് റൈറ്റ്ലി ഗൈഡഡ് ഖലീഫ് ഉത്തുമാനാണ് അതിനുശേഷം വരുന്നത്. ഉത്തുമാന്റെ നേതൃത്വത്തിലും ഇവര് പിന്നെയും ഒരുപാട് യുദ്ധങ്ങൾ ഇവര് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് പോവാം, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി. ഉത്തുമാന് ശേഷം അലി വരുന്നുണ്ട്. അതിനുശേഷമാണ് മുവൈവ പിക്ചറിലേക്ക് വരുന്നത്. ശേഷമാണ് 680 ആയപ്പോഴത്തേനാണ് മുവൈവ പിക്ചറിനകത്തോട്ട് വരുന്നത്. ഈ മുവൈവ വരുന്ന സമയത്തായപ്പോഴത്തേന് ഈ മുവൈവ വരുന്നത് ആദ്യം ഒരു സിറിയൻ ഗവർണർ ആയിട്ടാണ് മുവൈവ ആദ്യം പിക്ചറിലേക്ക് വരുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കഥ ഇതിനകത്തുണ്ട്. മുവൈവയുടെ പിതാവിനെ അള്ളാഹ് കേഴ്സ് ചെയ്തിട്ടുണ്ട്. ബദർ യുദ്ധത്തില് ഇദ്ദേഹത്തിന്റെ പിതാവ് പ്രോഫറ്റിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ അള്ളാഹ് അവിടെ എല്ലാരും കേഴ്സ് ചെയ്യുന്ന കൂട്ടത്തില് ഇദ്ദേഹത്തിന്റെ പിതാവും ഉണ്ട്. ഈ മുവൈബ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പിതാവും ഉണ്ട്. ഇദ്ദേഹത്തിന് പിന്നീട് ഇദ്ദേഹം റാങ്കിലായിട്ട് വലുതായിട്ട് വന്നു. ഇദ്ദേഹത്തിന് അവസാനം ഉത്തുമാൻ ഇദ്ദേഹത്തെ സിറിയയിലെ കാലിഫേറ്റ് ആക്കുന്നുണ്ട്, സിറിയയിലെ ഗവർണർ ആക്കുന്നുണ്ട്. അതിനുശേഷം അലിയുടെ മരണശേഷം അള്ളാഹ് കേഴ്സ് ചെയ്ത ഈ മുവൈബ ഈ പുതിയ സാമ്രാജ്യത്തിന്റെ ഖലീഫയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അള്ളാഹ് കേഴ്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു.
അതിനകത്ത് ഒരു രസകരമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ, ഈ ഉത്തുമാൻ മരിച്ചതിന് ശേഷം അലി ഖലീഫായിട്ട് വരുമ്പോൾ ഈ മുബൈബയുടെ ഒരു പ്രാവശ്യം അലിക്കെതിരെ ഐഷ ഒരു യുദ്ധം നടത്തുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പേര് ദ ബാറ്റിൽ ഓഫ് ക്യാമൽ എന്നാണ് അറിയുന്നത്. ദ ബാറ്റിൽ ഓഫ് ക്യാമൽ ഇൻ ബസ്ര, നവംബർ 7, 656 ഐഷ അലിക്കെതിരെ യുദ്ധം നടത്തുന്നുണ്ട്. ഈ യുദ്ധത്തിൽ അലി ഈ മുബൈബയോട് പറയുന്നുണ്ട്, ഐഷയ്ക്കെതിരെ പോയി എക്സ്പെഡീഷൻ നടത്താൻ പറയുമ്പോൾ മുബൈബ അത് കേട്ട ഭാഗം നടിക്കാതെ സിറിയ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അലി മരിച്ചതിന് ശേഷം ഈ മുബൈബയാണ് പിന്നീട് ഈ കാലിഫേറ്റ് ഏറ്റെടുക്കുകയും അള്ളാഹ് ശപിച്ച അപ്പന്റെ മകനായ മുബൈബ ഇവരുടെ സാമ്രാജ്യത്തിന്റെ തലവനായി 5ാമത്തെ ഖലീഫയായിട്ട് വരുന്നു. മുബൈബയ്ക്ക് ശേഷമുള്ളതിലൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഇത് വരുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിക് ട്രഡീഷന്റെ വെളിയിലുള്ള ഹിസ്റ്ററിയിൽ ഈ മുബൈബ വരുമ്പോൾ ഈ മുബൈബ ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും ഖുറാനെ കുറിച്ചും മുസ്ലിംസിനെ കുറിച്ചും യാതൊരു അറിയുന്നതായിട്ട് നമുക്ക് റെക്കോർഡ്സും കിട്ടുന്നില്ല. ഈ കിട്ടുന്ന റെക്കോർഡ്സ് ഒക്കെ നമുക്ക് ഇവരുടെ ഇതിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവരെ എങ്ങനെ ഇത്രയും ഇത് നേരിട്ടു, എങ്ങനെ ഇത്രയും വിജയങ്ങൾ ഇവര് നേരിട്ടു, വലിയ വലിയ വിജയങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഈ വിജയങ്ങൾ ഇവർ എങ്ങനെ നേരിട്ടു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം വലിയ സൈന്യമായ പേർഷ്യൻസും വലിയ സൈന്യമായ ബൈസന്റീൻസും വലിയ നമ്മൾ നേരത്തെ വായിച്ച പോലെ പേർഷ്യൻ സൈന്യമൊക്കെ പലപ്പോഴും വലുതാണ്. അപ്പോൾ അതിനെതിരെ ഇവർക്ക് എങ്ങനെ ജയിക്കാൻ പറ്റുന്നു? മുസ്ലിംസ് താരതമ്യ ചെറുതായിട്ടുള്ളൊരു ഇതെങ്ങനെ ജയിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ്. അപ്പം പലപ്പോഴും ഇവരുടെ വിജയത്തിന്റെ എല്ലാം ഇത് കൊണ്ടിടുന്നത് ഇവരുടെ അള്ളാഹുവിലും ഒക്കെയാണ് കൊണ്ടിടുന്നത്. എന്നാൽ ഇവിടെ ഇത് സംഭവിക്കുന്നത്, ഞാൻ അടുത്തൊരു പുസ്തകം വായിക്കുന്ന ജിഹാദ് ഇൻ ദ വെസ്റ്റ് മുസ്ലിം കോൺഗ്രസ് ഓൺ ദ 7th to 21st centuries അതിനകത്തുനിന്ന് ഞാൻ വായിക്കുന്നു. അതിനകത്ത് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: Muslims have a natural tendency to attribute, page number 58, Muslims have a natural tendency to attribute their victories to a divine guidance, sometimes even to a support given by the thousands of unseen angels who fought on their behalf on the battlefields. And also, of course, the righteous of this course. അപ്പോൾ ഇവിടെ മുസ്ലിംസിന് പലപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, ഈ വിജയങ്ങളെല്ലാം കൊണ്ട് ഇവരുടെ പുസ്തകത്തിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. മുസ്ലിംസ് ഹാവ് എ നാച്ചുറൽ ടെൻഡൻസി ടു അട്രിബ്യൂട്ട് ദ വിക്ടറീസ് ടു എ ഡിവൈൻ ഗൈഡൻസ്. ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ അള്ളാഹ് പലപ്പോഴും ആയിരക്കണക്കിന് മലക്കുകളെ അയച്ച് ഇവർക്ക് ഇത് തന്നെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പറയുന്നുണ്ട്. According to the Islamic expert Italian professor Francisco Gabrieli, the Arabs were anxious to prove the Persians and the Byzantines, who had always despised them, that the Arabs were as good as they were, better in fact. അപ്പോൾ അക്കോർഡിംഗ് ടു ഇസ്ലാമിക് എക്സ്പെർട്ട് ഇറ്റാലിയൻ പ്രൊഫസർ ഫ്രാൻസിസ്കോ ഗബ്രിയേലി പറയുന്നത്, അറബ്സിന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു പേർഷ്യൻസിന്റെ അടുത്തും ബൈസന്റൈൻസും കാണിച്ചു കൊടുക്കണം, ഇവർ മോശക്കാരല്ല, ഇവരും യുദ്ധത്തിൽ നല്ല കഴിവുള്ളവരാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. Gabrieli maintains the love of loot rather than the love of God was their main motivation. അവിടെ അദ്ദേഹം പ്രധാനപ്പെട്ടതായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. കൊള്ളയടിക്കാനുള്ള ആഗ്രഹം ഈ മതത്തിനോട് ഈ ദൈവത്തിനോടുള്ള ഇഷ്ടത്തിനേക്കാളും കൂടുതൽ കൊള്ളയടിക്കാനുള്ള ആഗ്രഹം ഇവരുടെ യുദ്ധത്തിന്റെ പുറകിൽ ഒരു മെയിൻ മോട്ടീവായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. Indeed, many Arab tribes who were not Muslims also took part in the first assault. മുസ്ലിംസ് അല്ലാത്തിരുന്ന അറബ്സും ഈ യുദ്ധങ്ങളിലെല്ലാം ഇതിന്റെ ഭാഗമായിരിക്കുന്ന അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. Later, seeing how lucrative Islam could be, they become Muslims themselves as much as a person today may join a political party or perhaps a Freemasons or the Rotary for the advantage it may bring. സോ ലേറ്റർ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ഈ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് പലരും ഈ മതത്തിൽ ചേരുന്നുണ്ട്. ഇന്നും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടിയിലോ അല്ലെങ്കിൽ ഫ്രീ മേസൺസ് പോലെയുള്ള സംഘടനയിലോ ഒക്കെ ചേരുന്നത് പോലെ തന്നെ ഇതിലേക്ക് വന്ന് നേറ്റീവ് അറബ്സ് വന്ന് ചേരുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഇത് കണ്ട്.
കണ്ടിട്ട്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതിന്റെ പേജ് പേജ് 64. Even more than Allah, the prime motive for fighting that inspired the Arabs were plunder, slaves, women, and eager for fighting for Islam. Eagerness for death fighting for Islam, which meant immediately enter into paradise with all joys and pleasure for who have died in the battle. അപ്പം അള്ളയേക്കാളും കൂടുതൽ പ്രൈം മോട്ടീവ്, ഈ യുദ്ധത്തിനുള്ള പ്രൈം മോട്ടീവ്സ്, അറബ്സിനുള്ള പ്രൈം മോട്ടീവ്സ് എന്തായിരുന്നു? പ്ലണ്ടർ, കൊള്ളയടിക്കണം. സ്ലേവ്സിനെ കിട്ടും, വുമൻസിനെ കിട്ടും. ആൻഡ് ഈഗർനെസ് ഫോർ ഡെത്ത് ഫൈറ്റിംഗ് ഓഫ് ഇസ്ലാം. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലോ ഇമീഡിയറ്റ്ലി എൻ്റർ ഇൻ ടു പാരഡൈസ് വിത്ത് ഓൾ ജോയ്സ് പ്ലഷർ ആൻഡ് ഫോർ ദോസ് ഹു ആർ ഡൈഡ് ഇൻ ബാറ്റിൽ. ഡൈയിങ് ഫോർ ഇസ്ലാം മെയ്ഡ് ദം മാർട്ടിയേഴ്സ്. ഇറ്റ് സ്റ്റിൽ ഡസ്. ആൻഡ് ആൻ എറ്റേണിറ്റി ഫോർ എ സെക്സ്വൽ പ്ലഷർ എവേറ്റഡ് ഫോർ ദം. ഇസ്ലാമിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ്വൽ പ്ലഷർ കിട്ടും, എറ്റേണിറ്റിയിൽ സെക്ഷൽ പ്ലഷർ കിട്ടും. അതുകൊണ്ട് ഇതിനു വേണ്ടി മരിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. Hence, the death in an action was a highly sought privilege, and the best way to die in a battle was to charge and fight fiercely. It made the Arabs the most terrifying of enemies, eager for death, like the kamikaze pilot during the World War. ഇവിടെ ഇദ്ദേഹം നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഇസ്ലാമിൽ മരിക്കാനുള്ള ഇവരുടെ ഇഷ്ടം. മരിക്കാൻ ഇവർക്ക്, അതിന് മരിക്കാൻ വേണ്ടി ഭയങ്കര ഫിയേഴ്സ്ലി ആയിട്ട് ഇവർ ബാറ്റിൽ ചെയ്യുക. കാരണം സ്വർഗത്തിൽ ചെന്നാൽ എറ്റേണലി സെക്സ്വൽ പ്ലഷർ കിട്ടും, അതിനുവേണ്ടി മരിക്കാൻ. അതിനെ ഇന്നത്തെ വേൾഡ് വാറിൽ, സെക്കൻഡ് വേൾഡ് വാറിൽ പൊരുതിയ ജാപ്പനീസ് കാമിക്കാസിയോടുകൂടെ ഉപമിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഫോർ മുസ്ലിംസ്, ഡൈയിങ് ആൻഡ് കില്ലിംഗ് ക്യാൻ ബോത്ത് ബി ആക്ട് ഓഫ് ഗ്രേറ്റ് റിലീജിയസിറ്റി. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഇസ്ലാമിൽ വലിയ നേട്ടമുള്ള ഒരു കാര്യം. ഐദർ ആസ് എ വാരിയർ ഓഫ് അള്ളാ, വൺ ഓഫ് ദ മുജാഹിദിൻ, ഓർ ആസ് എ മാർട്ടിയർ ഇഫ് ഹി ഈസ് കിൽഡ്. അള്ളാഹുവിന്റെ ഒരു വാരിയറായിട്ട് മറ്റു മനുഷ്യരെ കൊന്നൊടുക്കുന്നു, അല്ലെങ്കിൽ മുജാഹിദായിട്ട് മാർട്ടിയർ ആവുന്നു ഇഫ് ഹി ഈസ് കിൽഡ്. ഹി ഈസ് ദെൻ അഷ്വർഡ് ആൻ ഇൻസ്റ്റന്റ് പ്ലേസ് ഇൻ പാരഡൈസ് വിത്തൗട്ട് ഹാവിംഗ് ടു വെയിറ്റ് ഓർ ലെസ്സൽ മോർട്ടൽസ് ഹാവ് ഡു വിത്ത് അണ്ടിൽ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. ചത്തു കഴിഞ്ഞാൽ ഉടനെ പാരഡൈസിലെത്തുക. ബീങ് കിൽഡ് ഇൻ എ വാർ അഗൻസ്റ്റ് ദ ഇൻഫിഡൽസ് വാസ് എ ഷുവറസ്റ്റ് പാസ്പോർട്ട് ഫോർ റാപ്പിഡ് അറൈവൽ ഇൻ പാരഡൈസ്. അപ്പോൾ ഇൻഫിഡലിന്റെ കൂടെ യുദ്ധം ചെയ്ത് തോക്കുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും ഉറപ്പുള്ള പാസ്പോർട്ടാണ്. പാരഡൈസിൽ പോകാനുള്ള ഏറ്റവും ഉറപ്പുള്ള പാസ്പോർട്ടാണ്. ആൻഡ് പാരഡൈസ് ഫോർ ദ മുസ്ലിം വാരിയേഴ്സ് വാസ് ട്രൂലി ഹെവൻ. പാരഡൈസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വാരിയറിന് ശരിക്കും ഒരു സ്വർഗമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് അൺഎൻഡിങ് സെക്സ്വൽ ആക്ടിവിറ്റി. പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വാരിയേഴ്സിന് അൺഎൻഡിങ് സെക്സ്വൽ ആക്ടിവിറ്റി, ഒരിക്കലും അവസാനിക്കാത്ത സെക്സ്വൽ ആക്ടിവിറ്റി. From the moment he arrived, the fallen warriors was provided with 72 wide-eyed houris for his sensual pleasure. The moment സ്വർഗത്തിലെത്തുന്ന ആ മൂമെന്റ് തൊട്ട് 72 വൈഡ്-ഐഡ് ഹൂറീസിനെ കിട്ടും അവർക്ക് സെൻസുവൽ പ്ലഷറിന് വേണ്ടി മാത്രം. റിക്ലൈനിങ് ഓൺ എ സിൽക്ക് ലിനൻ കൗച്ചസ്, സിൽക്കിൽ പൊതിഞ്ഞ സോഫയിൽ കിടന്നുകൊണ്ട്. ഓൾ ലവ്ലി ആസ് റൂബീസ് രത്നങ്ങൾ പോലെ സൗന്ദര്യമുള്ള. ബ്യൂട്ടിഫുൾ ആസ് കോറൽ ആൻഡ് റിന്യൂവബിൾ വെർജിനിറ്റി എന്നുമെന്നും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹൂറീസിനെ കിട്ടുക. റിക്ലൈനിങ് ഓൺ എ സിൽക്ക് ലിനൻ കൗച്ചസ്, ഓൾ ലവ്ലി ആസ് റൂബീസ്, ബ്യൂട്ടിഫുൾ ആസ് കോറൽ, വിത്ത് റിന്യൂവബിൾ വെർജിനിറ്റി ആൻഡ് വിത്ത് കോംപ്ലക്ഷൻസ് ലൈക്ക് ഡയമണ്ട്സ് ആൻഡ് പേഴ്സ്. ഡയമണ്ട്സും പേഴ്സിനെയും പോലെ ഇരിക്കുന്ന ഹൂറീസ്. Therein shall they delight themselves, lying on a green cushion and a beautiful carpet. Green, പച്ച കുഷൻ ഇട്ട ബ്യൂട്ടിഫുൾ കാർപ്പറ്റ്സിൽ കിടന്നുകൊണ്ട്, says the Qurans. Those who like riding will get a ruby horse with 2 wings, which will carry the rider wherever he wishes. The sex scenes must have been particularly exhilarating to the hardy guardians of the desert. So, ഈ സെക്സ് സീൻസ് ഇവർ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ഇവർ യുദ്ധത്തിന് പോകുന്നത്. ഈ പച്ച കുഷനുള്ള ബ്യൂട്ടിഫുൾ കാർപ്പറ്റിൽ കിടന്നിട്ട് പേൾസിനെ പോലെ ഇരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ഹ്യൂറീസിന്റെ അടുത്ത് ഈ സെക്സ്വൽ ആക്ടിവിറ്റി, റിന്യൂവൽ വെർജിനിറ്റി ഉള്ള സെക്സ്വൽ ആക്ടിവിറ്റി
ഈ മരുഭൂമി കിടക്കുന്ന ഈ ബിദോവിയൻസ് ആയിട്ടുള്ള ഇവർക്ക് ആ, ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റാത്ത ഭയങ്കര വലിയ സ്വപ്നമാണ്. അതുകൊണ്ട് ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്ന ഇദ്ദേഹം പറയും. ഇൻ ദ മുസ്ലിം പാരഡൈസ് in the Muslim paradise, orgasm lasts 1,000 years and are intensified 100 times to render him worthy of his felicity, explained the British historian Edward Gibbon. എഡ്വേർഡ് ഗിബോൺ ഇപ്രകാരം പറയുന്നു, ഈ ഈ മുസ്ലിമിന്റെ സെക്സ് സീൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി എക്സിലറേറ്റിംഗ് ആൻഡ് ഹാർഡി ഇൻ ദ മുസ്ലിം പാരഡൈസ്. മുസ്ലിം പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഓർഗാസം ലാസ്റ്റ് ഫോർ 1,000 years, 1000 വർഷം നീണ്ടിരിക്കുന്ന ഓർഗാസം. ആൻഡ് ഇന്റൻസിഫൈഡ്, ഓരോ സമയവും അത് ഇന്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുക 100 times to render him the worthy of felicity. Another book mercifully reduced the duration of orgasm to a more than manageable 25 years. ചില ബുക്കുകൾ ഓർഗാസം 1000 years കുറച്ച് 25 വർഷം വരെ എത്തിച്ചിട്ടുണ്ട്. The Quran does not indicate how a lady Muslim spent her time in the male-dominated macho paradise. Everybody in the paradise is under 30. No infants and no one old people are admitted. They have to change their age first, and of course only Muslim can enter. ഇതാണ് ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് ചെയ്യും ഇവര്? ഏതറ്റം വരെയും ഈ ബെദോവിയൻസ്, ഈ മരുഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഈ ബെദോവിയൻസ് ഇത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് ഈ മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ ഈ പേർഷ്യൻസിനും അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ എംപയേഴ്സിനും ഇവരെ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല. ഇവർക്ക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല. അതേസമയം ഈ മെദോബിയൻസ് മരിച്ചാലും കൊല്ലപ്പെട്ടാലും കൊന്നാലും അതെല്ലാം ഇവരുടെ ഈ അള്ളാഹിക്ക് വേണ്ടിയാ. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി ഇവർ ഏറ്റവും ഏതറ്റം വരെ പോകുമെന്ന് ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി ഇവര് എന്തും ചെയ്യും. അതാണ് ഇവർക്ക് മെയിൻലി ഇങ്ങനെ വിക്ടറി കിട്ടാൻ വേണ്ടി ഒരു കാര്യമായിട്ട് ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോകുന്നത് നമ്മൾ അടുത്തായിട്ടല്ല അവസാനമായിട്ട് പോകുന്നത് കോൺകറിങ് ഇൻ നോർത്ത് ആഫ്രിക്കയിലോട്ട്. നോർത്ത് ആഫ്രിക്ക ഉള്ള കോൺകറിങ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് 682 were already North Africa എത്തിയിരിക്കുകയാണ്. While much of Yazidi nations were taken up the Hussein's and his followers, he did not neglect the large jihadi against infidels. In 682, he sent the general Uqba in Nafi with 10,000 jihadis from the Damascus to North Africa. 682 10,000 ജിഹാദികളെ ജനറൽ ഉഖ്ബ ഇബൻ നാഫിയുടെ നേതൃത്വത്തിൽ ദമാസ്കസിൽ നിന്ന് അയക്കുകയാണ്. The former Roman province of Mauritania, Ubek found its native inhabitants to be desperately poor, too poor to provide in the way of spoil of war beside their girl, who were renowned for their beauty and would ultimately fetch thousands of gold pieces each in the caliphate sex slave markets. സോ ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവർക്ക് പ്ലണ്ടർ ചെയ്യാൻ അവിടെ റിച്ചസ് ഒന്നുമില്ല. അവിടുത്തെ ആൾക്കാർ മൗരിറ്റാനയിലെ ആൾക്കാർ തീർത്തും പാവപ്പെട്ടവരാണ്. എന്നിട്ട് അവരെ ആരെ ഇത് ചെയ്യാതെ അവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ കൊന്നിട്ട്, അവിടുത്തെ സ്ത്രീകൾ സൗന്ദര്യമുള്ളവരാന്ന് പറയുന്നുണ്ട്, അവരെ കൊണ്ടുപോയി ഇഷ്ടംപോലെ ഗോൾഡ് പീസസിന് ഡമാസ്കസിലെ കാലിഫേറ്റിന്റെ സെക്സ് സ്ലേവ് കൊണ്ട് വിൽക്കുന്നുണ്ട്, സെക്സ് സ്ലേവായിട്ട്. നോർത്ത് ആഫ്രിക്കയിലെ രാജ്യങ്ങൾക്കൊന്നും ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന് മാത്രം ശക്തി അവർക്കില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 680 അവസാനത്തോടെ വരുമ്പോഴത്തേന് ക്രീറ്റും റോഡിലും ഇവര് റോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തും ഇവര് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ റോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് 200 BC അവരുണ്ടാക്കിയ വലിയൊരു അവരുടെ ദേവന്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമ വലിയ പ്രതിമയാണ്. ആ പ്രതിമ ഇവര് ടോപ്പിൾ ചെയ്യുന്നുണ്ട്. ആ പ്രതിമയെ മുഴുവൻ നശിപ്പിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ ഇവര്
മാർക്കറ്റുകൾ വിൽക്കുന്നുണ്ട്. അങ്ങനെ 690 ക്രീറ്റും റോഡ്സും വരെ ഇവരുടെ കയ്യിൽ വീണു. നോർത്ത് ആഫ്രിക്ക മുഴുവൻ ഇവരുടെ കയ്യിൽ വീണു. അപ്പോൾ ഇവര് ഓൾറെഡി 690 ആയപ്പോഴത്തേന് ഓൾമോസ്റ്റ് ഫ്രം നോർത്ത് ആഫ്രിക്ക ടു പേർഷ്യ കംപ്ലീറ്റ്ലി ഇവരുടെ കയ്യിലായിപ്പെട്ടുണ്ട്. എന്നിട്ട് ഇവർ ക്രിസ്ത്യൻസിനെ നേരിട്ട കാര്യം ഇവിടെ എഴുതിപ്പെട്ടുന്നുണ്ട്. ക്രിസ്ത്യൻസിന്റെ കാര്യം ഞാൻ അതുകൂടെ വായിച്ചിട്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാം. But amid it all, the jihadis advanced, and the jihadis were determined to keep what they seized. They worked tirelessly to Islamize the lands they now ruled. In late 680s, the Muslim rulers of Egypt issued a series of orders for Christians in the domains. Churches could not longer bear crosses. All the crosses that could be publicly seen must be destroyed. All churches has to be post sign on their doors reading, Muhammad is the great apostle of God, and Jesus also is the apostle of God. But truly God is not begotten, and God does not beget. Jesus was not only beget son of God. The Muslims were forcing the Christians to deny the faith of the very doors of their worship. ഇതെല്ലാം ഇസ്ലാമിക് ഹിസ്റ്ററി ഇതിൽ നിന്നുള്ള ഇതാണ്. 680 ആയപ്പോഴത്തേന് ഇവര് ക്രിസ്ത്യൻസിനെ മുബൈബയുടെ അബ്ദുൽ മാലിക്കിന്റെ കീഴിൽ ഇവര് ക്രിസ്ത്യൻസിനെ ട്രീറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്രിസ്ത്യൻസിന് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ചർച്ചുകളുടെ മേൽ ക്രോസ് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, എല്ലാ ക്രോസുകളും ഡിസ്ട്രോയ് ചെയ്യണം, എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളുടെ ഫ്രണ്ടിലും ഇങ്ങനെ എഴുതി വെക്കണം, മുഹമ്മദ് ഈസ് എ ഗ്രേറ്റ് പ്രോഫറ്റ് ഓഫ് ഗോഡ് ആൻഡ് ജീസസ് ഓൾസോ ഇസ് എ അപ്പോസ്റ്റൽ ഓഫ് ഗോഡ്. മുഹമ്മദ് വലിയ പ്രവാചകൻ, ഈസായും പ്രവാചകനാണ്. ബട്ട് ട്രൂലി ഗോഡ് ഈസ് നോട്ട് ബിഗോട്ട്. പക്ഷെ ദൈവം ജനിച്ചിട്ടുമില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ദാറ്റ് ജീസസ് വാസ് നോട്ട് ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ജീസസ് ഈസ ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ് അല്ല, ദൈവപുത്രൻ അല്ല എന്ന് എല്ലാ ക്രിസ്തീയ പള്ളികളുടെ മുമ്പിൽ എഴുതി വെക്കണം. The Caliph Muwaywa II, 682 to 684, ഒരു വർഷം ഉണ്ടായിരുന്ന Muwaywa II began to persecute the Christians in Iraq and destroyed many churches. After the Catholics of the Assyrian churches refused his demand for gold, the persecution continued under his successor Abdul Malik, 685 to 705. This persecution was transforming the conquered lands by making conversion to Islam an easy option for beliefs from discrimination, harassment, and constant threat. By the end of the 7th century, the Muslim controlled or were rapidly Islamization an immense area stretching from North Africa to Central Asia, all of which had won in a period of 6 decades. 6 decades, it has an extraordinary achievement, and much more jihadis was to come. സോ 7ാം സെഞ്ചുറിയുടെ അവസാനത്തോടുകൂടെ വെറും 6 ഡെക്കേഡ്സ് കൊണ്ട് 60 പതിറ്റാണ്ട് കൊണ്ട് ഇവർ നേടിയെടുത്ത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് നോർത്ത് ആഫ്രിക്ക മുതൽ സെൻട്രൽ ഏഷ്യ വരെ ഇവരുടെ കൺട്രോളിലായി. ക്രിസ്ത്യൻസിനോടുള്ള ട്രീറ്റ്മെന്റ് ക്രൂരമായ പ്രോസിക്യൂഷൻ. മൊവേവ ടു അബ്ദുൽ മാലിക്കും 685 മുതൽ 750 ഉണ്ടായിരുന്ന 650 അബ്ദുൽ മാലിക്കിന്റെ കീഴിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. പെർസിക്യൂഷൻ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാം എന്ന് സ്വീകരിക്കുന്നത് ഏർലി ഈസി ഓപ്ഷൻ ആക്കി. ഈ ഡിസ്ക്രിമിനേഷനും ഹറാസ്മെന്റും കോൺസ്റ്റന്റ് ത്രെട്ടും, ഈ ത്രെട്ടിനേക്കാളും നല്ലത് ഇസ്ലാമിലോട്ട് ചേരുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗമാക്കി തീർത്തു. 7ാം സെഞ്ചുറിയുടെ അവസാനത്തോടുകൂടെ 6 നൂറ്റാണ്ട് കൊണ്ട് ഇവർ നേടിയെടുത്ത വിജയം എന്ന് പറഞ്ഞാൽ നോർത്ത് ആഫ്രിക്ക മുതൽ സൗത്ത് ഏഷ്യ മുഴുവൻ വാളിന്റെ തണലാൽ ജിഹാദികൾ ഖുറാനും ഹദീസുകളും പറയുന്ന പോലെ സ്വർഗത്തിൽ ഹൂറിമാരെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അത് ഡ്രിവൺ ചെയ്തുകൊണ്ട് മരുഭൂമിയിൽ ബെദോബിയൻസ് ആയിരുന്നു ഇവർ നേടിയെടുത്ത വിജയം. 6 പതിറ്റാണ്ട് കൊണ്ട് നോർത്ത് ആഫ്രിക്ക മുതൽ സൗത്ത് ഏഷ്യ വരെ സകലതും ഇവരുടെ കൺട്രോളിലായി ഈ ഇതിൽ നേരിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്ലാം നേടിയെടുത്ത ഒരു വിജയവും സമാധാനത്തിന്റെ വിജയമല്ല. ഇസ്ലാമിന്റെ കീഴിൽ മറ്റ്
നോൺ മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർ ഒരിക്കലും സമാധാനം അനുഭവിച്ചിട്ടില്ല. ഇന്നും അത് മിഡിൽ ഈസ്റ്റേൺ കൺട്രികളിൽ നിങ്ങൾ കാണുന്നു. സ്വാതന്ത്ര്യമായിട്ട് അവരുടെ മതം ഏത് മതമോ അല്ലെങ്കിൽ മതമില്ലാത്ത ഒരു മനുഷ്യനായാലും സ്വാതന്ത്ര്യമായിട്ട് അത് ചെയ്യാൻ ഇന്നും ഇസ്ലാമിക് നേഷനിൽ സ്വാതന്ത്ര്യമില്ല. ഇന്നും മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ഒരു മതം ഒരാളുടെ സ്വന്തം ഇഷ്ടത്താൽ അല്ലെങ്കിൽ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത അവസ്ഥയിൽ സ്വന്തം ഇഷ്ടത്താൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രി ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. ഇന്നും 52 അറബ് സ്റ്റേറ്റുകളിൽ മുസ്ലിംസ് ഉണ്ടായിരുന്ന അറബ് സ്റ്റേറ്റ് അല്ലാത്ത പാകിസ്ഥാനും ഫിലിപ്പീൻസും ഉൾപ്പെടെ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ 52 അറബ് കൺട്രികളിലും ഇന്നും മറ്റു മതക്കാർക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. പബ്ലിക്കായിട്ട് ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്നവൻ അവിടെ ഒരു സ്വാതന്ത്ര്യത്തോടും ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നും ഇസ്ലാം നേടിയ വിജയമല്ല സമാധാനത്തോടെ നേടിയ വിജയമെന്നും വെറും കെട്ടുകഥകൾ മാത്രമാണ്. അത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കഥകൾ മാത്രമാണ്. ഇനി അടുത്ത പ്രാവശ്യം ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് 8ാം സെഞ്ചുറിയിലേക്ക് കടക്കാം. അങ്ങനെ ഓരോ സെഞ്ചുറി വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ സിവിലൈസേഷനും ഇസ്ലാം എങ്ങനെ നശിപ്പിച്ചു. ഇസ്ലാം എന്ന മതം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കഷ്ടത നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്ലാമിന്റെ കീഴിൽ മനുഷ്യൻ അനുഭവിച്ച ദുരിതങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യവുമില്ലാതെ വെറും ഒരു മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഈ ക്രൂരത ഇന്നും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാകാൻ ദൈവം സഹായിക്കട്ടെ. മതത്തിൽ വിശ്വസിക്കാത്തവനും വിശ്വസിക്കുന്നവനും മുസ്ലിം അല്ലാത്ത മറ്റേത് മതത്തിൽ വിശ്വസിക്കുന്നവനും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ മതത്തിനെ എതിർക്കാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ബ്രദേഴ്സ്. Abraham brother, thank you so much for a wonderful narration. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് വെച്ച് സ്കോളർലി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ എബ്രഹാം ബ്രദർ പറഞ്ഞത്. ഇന്ന് നമ്മുടെ ക്ലബിൻ്റെ ഈ ടൈമിങ് വളരെ ക്ലാഷ് ആയിപ്പോയി. സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിൻ്റെ ക്ലബ്ബ് ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ നമുക്കിത് ഇത് ചെയ്യായിരുന്നു. അതുപോലെ എബ്രഹാം ബ്രദർ ഇന്ന് അദ്ദേഹത്തിൻ്റെ സമയവും ഇന്ന് സ്പെഷ്യലി ഇന്നത്തെ ഫിക്സ് ചെയ്തതാണ്. ഈ ഹാസ് ടു ഗോ ഫോർ വർക്ക് അതർവൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്ലബ്ബ് നടത്തിയത്. വന്ന് കേട്ട എല്ലാ സഹോദരങ്ങൾക്കും വളരെയധികം നന്ദി. ഐ ഹോപ്പ് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേ. എന്ന് വെച്ചാൽ സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ ക്ലബ്ബ് നടക്കുന്നത് കൊണ്ട് വി ഡോണ്ട് ഹാവ് മച്ച് പീപ്പിൾ, അധികം ആൾക്കാരും ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം ക്ലോസ് ചെയ്തിട്ട് വി ക്യാൻ ജസ്റ്റ് ഗോ ടു സെബാസ്റ്റ്യൻ ബ്രദറിന്റെ റൂമിലേക്ക് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും എനിക്ക് തിരക്കിലാന്ന് തോന്നുന്നു. ഇന്നോക് ബ്രദർ പറയുന്നുണ്ടാവല്ലോ. ബ്രദേഴ്സ്, താങ്ക്സ് ഫോർ കമ്മിങ്. അബ്രഹാം ബ്രദർ നമുക്ക് ക്ലോസ് ചെയ്യല്ലേ? അതെ നെക്സ്റ്റ് നമുക്ക് 8th സെഞ്ചുറി എടുക്കാം. 8th സെഞ്ചുറി എടുക്കാം. നമുക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് റീക്യാപ്പ് കൂടെ ചെയ്യാം. ഓക്കെ. നമുക്ക് അതിനനുസരിച്ച് ഇത് ചെയ്യാം. ആ ടൈം അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മേ ഗോഡ് ബ്ലസ് ഓൾ. അനിൽ ബ്രദർ ഇന്നത്തെ സമയമുണ്ടോ? ഇന്ന് ക്ലാഷ് ആയിപ്പോ അനിൽ ബ്രദറെ. അല്ല ബ്രദറെ, ഞാനിത് ഇന്ന് ലൈവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഞാനൊരു 4:30 ആയപ്പോ കിടന്ന് ഉറങ്ങിപ്പോയി ബ്രദറെ. ഉറങ്ങാച്ച കുറെ ദിവസം ശരിക്കും മര്യാദയ്ക്ക് ഉറങ്ങാത്ത കാരണം കൊണ്ടാന്ന് തോന്നുന്നത്. ഇല്ല അത് സാരമില്ല. അനിൽ ബ്രദർ ഇന്ന് ടൈം ക്ലാഷ് ആയപ്പോ ലൈവ് ചെയ്യണമെന്നുണ്ട്. എന്താ സെബാസ്റ്റ്യൻ ബ്രദറിന്റെ റൂം എടുക്കും. അത് കുഴപ്പമില്ല. സെബാസ്റ്റ്യൻ ബ്രദറിന്റെ അവിടുത്തേതല്ല. നമ്മുടെ ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിന്റെ അൺബാക്ക് ഹിസ്റ്ററിയുടെ നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേക ഇതാണ്. അവര് ശരിക്കും അക്കാദമിക് ആയിട്ട് ഇത് പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ക്ലാഷിന്റെ പ്രശ്നവും വരുന്നില്ല ബ്രദറെ. നാളെ മറ്റന്ന് എപ്പോഴും കാണാലോ അവർക്ക്, നമ്മൾ ലൈവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. അനിൽ ബ്രദറെ, നമ്മുടെ റിപ്ലൈ എടുത്തിട്ട് ലൈവ് ചെയ്യാൻ പറ്റത്തില്ലേ? റിപ്ലൈ ലൈവ് ചെയ്യാൻ പറ്റും. റിപ്ലൈ ലൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ലോഡ് ആയില്ലെങ്കിൽ കട്ടായിപ്പോ, ഇടയ്ക്ക് നെറ്റ് ഇതായില്ലെങ്കിൽ
പിന്നെ ആഹാ. വീണ്ടും അടുത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ കുഴപ്പമുണ്ട്. ഇതാകുമ്പോ ആ പ്രശ്നമില്ല, അത് അങ്ങോട്ട് പൊക്കോളും. കുഴപ്പമില്ല, ചെയ്യാൻ ബ്രദറെ. എന്താ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എല്ലായിടത്തും എത്തേണ്ട ആവശ്യമുണ്ട്. അതെ അതെ അതെ. ഉം. അനിൽ ബ്രദർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ അനിൽ ബ്രദറെ? ഇല്ല ബ്രദറെ, ഞാൻ ഒന്നും കേട്ടില്ല. ഇത് നിങ്ങളിപ്പോ ഏത് ആംഗിളിലാണ് ഇത് അവതരിപ്പിച്ചതെന്നുള്ളത് എനിക്ക് ഒരു ധാരണയില്ല. അപ്പൊ ഞാൻ പിന്നെ ഇടയിൽ കയറി എന്തെങ്കിലും പറയണ്ടല്ലോ. ആരെങ്കിലും ബ്രദേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഓഡിയൻസിന് അജീഷ് എന്തെങ്കിലും ബ്രദർ ഇല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അജീഷ് ബ്രദറോ? അച്ഛൻ ബ്രദർ മയക്ക് ഇത് ചെയ്തായിരുന്നു. അച്ഛൻ ബ്രദർ എന്തോ ബ്രഷ് ഡൈ. ബ്രദറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. കേൾക്കാമോ ബ്രദർ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ബ്രഷ് ബ്രദർ. ഇനോക് ബ്രദർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ബ്രദറെ പറയണ കേൾക്കാനുണ്ടോ? ഓഡിബിൾ ആണോ? ഇനോക് ബ്രദറിന്റെ വോയിസ് വളരെ ലോയാ, ഒന്നും കേൾക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പിന്നെ സംസാരിക്കാം. അല്ല, നല്ല റിസർച്ച് ആയിരുന്നു എന്ന് പറയാനാ. അബ്രഹാം ബ്രദർ ചെയ്ത റിസർച്ച് നല്ല തറോ റിസർച്ച് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ടാ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി. വോയിസ് കേൾക്കുന്നില്ല ബ്രദർ. നല്ലൊരു റിസർച്ച് ആണെന്നുള്ളത് കേട്ടു. യെസ്, എക്സാക്ട്ലി. തീർച്ചയായിട്ടും നല്ലൊരു റിസർച്ച് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തീർച്ചയായിട്ടും നമ്മുടെ പല സെക്യുലർ സ്കോളേഴ്സും ഇതിനെ വളച്ചൊടിച്ച് വളരെ പെയിൻറ് ചെയ്താണ് നമ്മളെ ഹിസ്റ്ററികളൊക്കെ നമ്മൾ ഈ സ്കൂൾ കോളേജ് ലെവലിൽ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചതും. നമുക്കപ്പോൾ ഒരു ആക്ച്വൽ ഹിസ്റ്ററി കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പല കുട്ടികളും പലരും വിചാരിക്കുന്നത് ഇസ്ലാം ഏതാണ്ട് ഭയങ്കര സംഭവമാണെന്നും ഏതാണ്ടൊക്കെ ലോകത്തിന് നന്മ ചെയ്തു എന്നുള്ളതും ആയിട്ടുള്ള ഇതിലാണ് ഇവർ എപ്പോഴും പോർട്രേ ചെയ്യുന്നത്. പക്ഷെ ഇവർ ലോകമെമ്പാടും ഈ ഇസ്ലാമിക് ഇൻവേഷൻ തുടങ്ങിയത് മുതൽ അനാർക്കി ആയിരുന്നു. ദർ ഓൾ പ്രോബ്ലംസ്. ഇവർ വാളിൻ്റെ ഒരു ഒരൊറ്റ ബലത്തിലാണ് ഈ മതം കെട്ടിപ്പടുത്തതും. അതുപോലെ തന്നെ ഇപ്പം എബ്രഹാം ബ്രദർ ഇത് തബരിയുടെ ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഒരു സെക്യുലറായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് തമ്മിലുള്ള ഒരു ക്ലാഷ് അവിടെ കാണാം. കാരണം എന്ന് പറഞ്ഞാൽ ഉമർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാ മതവിഭാഗക്കാരും, സ്പെഷ്യലി വേദക്കാരും യഹൂദനും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിനും അവർക്ക് അവരുടെ ജീവിതത്തിന് ഓരോ ഒബ്സ്റ്റക്കിളും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ തബരി എഴുതിയപ്പോൾ അവിടെ ആക്ച്വൽ ഹിസ്റ്ററി വേറെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒമാർ പാക്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒമാർ പാക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മതത്തിനെ അടിച്ചമർത്തേണ്ടത് എന്നുള്ളത് ആ ഒമാർ പാക്ടിൻ്റെ ഓരോ ഇതും നമുക്ക് അത് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സോ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് ഒരു ടൈമിംഗ് ക്ലാഷ് ഉണ്ടായിരുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇന്ന്. ബട്ട് റീപ്ലേ എല്ലാവർക്കും തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സിൽ അനിൽ ബ്രദറിന് സമയം കിട്ടുന്ന സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്റോറിക്കലി ഉള്ള ആക്ച്വൽ ഡീറ്റെയിൽസിനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാമ്പേർഡ് ഹിസ്റ്ററിയാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്ക് കാറ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്കൂളുകളിലും വിദ്യാലയങ്ങളിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളതെല്ലാം ടാമ്പേർഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ഹിസ്റ്ററി നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ നിന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ദാറ്റ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്. അതേ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അതേ ഹിസ്റ്ററി പിന്നെയും റിപ്പീറ്റ് ചെയ്യും.
ഇപ്പം ഇസ്ലാമിക ഹിസ്റ്ററി ഏകദേശം 1400 വർഷത്തെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഓരോ എംപയറിലും ഓരോ രീതിയിലുള്ള അവരുടെ ഭരണം രീതിയും അവർ എങ്ങനെ മറ്റുള്ളവരെ അടിച്ചമർത്തിയും എങ്ങനെ ഫോഴ്സ്ഡായിട്ട് കൺവേർട്ട് ചെയ്തതും എങ്ങനെയാണ് അവർ ജിസിയ കളക്ട് ചെയ്തതെന്നും എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തുള്ള ആൾക്കാർ എപ്പോഴും ഈ ക്രൂസൈഡ്സിനെയും അല്ലാതുള്ള പൊളിറ്റിക്കൽ വാറിനെയും ഇപ്പോൾ ഈ 20th സെഞ്ച്വറിയിൽ നടന്ന ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ ഇറാഖി ഇൻവേഷൻസ്, ഇതെല്ലാം ഇവർ എപ്പോഴും ബിബ്ലിക്കലി ഇത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള. ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ വാറും ബിബ്ലിക്കലി ഇത് കണക്റ്റഡേ അല്ല. ബിബ്ലിക്കലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്രൂസൈഡ്സിന് മാത്രം ഒരു സ്ലൈറ്റ് ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെയധികം 4 നൂറ്റാണ്ടിലധികം ഇവരുടെ വ്യഥ അനുഭവിച്ചതിന് ശേഷമാണ് ഈ റിവോൾട്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണണം. പക്ഷെ അതിനകത്ത് നടന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും വി കണ്ടം ദാറ്റ്. പക്ഷെ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂറോപ്യൻസ് അങ്ങനെയുള്ളവർ അത് റിവോൾട്ട് ചെയ്തതെന്നുള്ളതിൻ്റെ അതിൻ്റെ കറക്റ്റ് ഹിസ്റ്ററി നമുക്ക് ലഭിക്കുന്നതാണ്. സോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. ആ ഒരു സ്പെക്ടക്കിൾ വെച്ച് വേണം കാണാൻ. അതേപോലെ തന്നെ മറ്റുള്ള പൊളിറ്റിക്കൽ വാറിനെ ഇവർ എപ്പോഴും സിമിലറൈസ് ചെയ്യാം. ഇവരുടെ ജിഹാദുമായിട്ട് ഇവർ ഇത് അതേ തൊഴുത്തിൽ കെട്ടാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് ആണ് ഇവരുടെ സ്വഭാവം. നമ്മളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു ടാക്ടിക്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ഒരു അയൽവാസിയെ ആയാലും ഒരു ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നാണ് ക്രിസ്തുവിൻ്റെ പഠിപ്പീര്. അപ്പം നമുക്ക് യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പൊളിറ്റിക്കൽ 2 രാജ്യങ്ങൾ തമ്മിലോ അല്ലാതെ ഒരു അലയൻസ് മൾട്ടി അലയൻസുമായിട്ട് യുദ്ധം നടക്കുന്നത് അത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലെ കാണാവൂ. അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അത് പലരും ഇത് ഞാൻ ചില ഏത്തിയസ്റ്റും ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുകയോ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ റെഫ്യൂട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആൾക്കാരെ ഇവർ ചതിക്കുന്നത്. ഈ ചതിയിൽ ഒരിക്കലും പെട്ടുപോകരുത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആക്ച്വൽ ഹിസ്റ്ററിയെ മനസ്സിലാക്കിയിരിക്കണം. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരോട് പ്രതികരിക്കാൻ കഴിയും. എന്തുവാണെന്നുള്ളത് മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ സമൂഹത്തിനെയും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും അലേർട്ടായിരിക്കണം. ഈ ഹിസ്റ്ററിയുടെ ഇവരെപ്പോഴും ഒരു ഈ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മുഴുവൻ ടോട്ടലി ഒരു കോസ്മോട്ടൈസ്ഡ് ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കണം, മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ മറ്റുള്ളവർ റീപ്ലേ കാണാനും അത് ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ക്ലബ്ബിൽ ഈ അൺപാക്ക് ഹിസ്റ്ററിയുടെ എല്ലാ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ഷെയർ ചെയ്യണം മറ്റുള്ളവരുമായിട്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു സേ. ആർക്കെങ്കിലും ഇനി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പ്ലീസ് സംസാരിക്കൂ പ്ലീസ്. ഇപ്പോൾ ബ്രദറെ പറഞ്ഞോളൂ. നെക്സ്റ്റ് വൺ അടുത്ത ട്യൂസ്ഡേയോ ഫ്രൈഡേയോ വെക്കാവോ? നമുക്കത് സ്കെഡ്യൂൾ ചെയ്യാം. അത് പ്രശ്നമില്ല. അത് ഇപ്പോൾ അബ്രാം ബ്രദറിന് വേണമെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യാം. ഡസൻ മാറ്റർ. അല്ല ഇത് നോക്കിയിട്ടെ ക്ലാഷ് വരെ നമുക്ക് അനിൽ ബ്രദറിന് ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എന്തെങ്കിലും ക്ലബ് ഉണ്ടോ അനിൽ ബ്രദറെ? എന്ന് ട്യൂസ്ഡേയിലോ ഫ്രൈഡേയോ? അടുത്ത ചൊവ്വാഴ്ചയോ? അതെ അടുത്ത ചൊവ്വാഴ്ചയാണോ? ഇല്ലെന്ന് തോന്നുന്നു, അറിയില്ല ബ്രദറെ. അത് സഹോദരന്മാരാണ് റൂം ഷെഡ്യൂൾ ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ, ഞാനല്ല. അത് നമുക്ക് പിന്നെ നോക്കാം ബ്രദറെ, കുഴപ്പമില്ല. എന്റെ അറിവിലില്ലെന്നാ തോന്നുന്നു. ഓക്കെ. ജെമി ബ്രദർ കേൾക്കുന്നുണ്ടോ? അച്ഛൻ ബ്രദർ അച്ഛൻ ബ്രദർ ഒന്നും കേൾക്കാൻ മേലല്ലോ. റോണി ബ്രദർ വന്നിട്ടുണ്ട്. റോണി ബ്രദറിന് സംസാരിക്കാവുന്നതാണ്.
അച്ഛൻ ബ്രദറെ ഇപ്പ- സംസാരിച്ചു. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം ബ്രദറെ, കേൾക്കാം. കേൾ- അതായത് ഞാൻ ഈ ഈ പുതിയ പുതിയ മൊബൈലിൽ എനിക്ക് പെട്ടെന്ന് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വോയിസ് പുറത്ത് ആർക്കും കേൾക്കാനൊക്കത്തില്ല. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ. മറ്റേ നമ്മള് എന്റെ അല്ലേ, അത് മുന്നോട്ട് പോകുന്നുണ്ടോ ഇപ്പൊ ആരും സഹോദര? സംസാരിക്കല്ലോ, നമുക്ക് തീർച്ചയായിട്ടും എൻഡ് ചെയ്യാം അത് ബ്രദറെ. അനിൽ ബ്രദർ, ഓക്കെ നമുക്ക് ഇത് എൻഡ് ചെയ്യാം. കാരണം എന്താ പറഞ്ഞാൽ ആരും സംസാരിക്കാനില്ല. ഓക്കെ ബ്രദറെ, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അച്ഛൻ ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് എൻഡ് ചെയ്യാം. അച്ഛൻ ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചോ. ഓക്കെ, പ്രാർത്ഥിക്കാം. കേൾക്കാമല്ലോ? ക്ലിയറാ കേൾക്കാം. ക്ലിയറാ. ഓക്കെ, സ്തോത്രം കർത്താവേ. സ്വർഗാശ്രമങ്ങളെ വസിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വകീയപിതാവേ, പരിശുദ്ധനെ ഈ സമയം അവിടുത്തെ പ്രിയദാസന്മാരോടൊപ്പം അടിയനും അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവെ, അടിയങ്ങ് ചുറ്റും ദൂതരെ അയച്ചു കാത്തോളണമേ. അടിയങ്ങ് ചുറ്റുമായിരിക്കുന്ന ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ തലമുറയെ തന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തലമുറമേ വലിയ കൂട്ടങ്ങളെ വിളിച്ച് വേദരിച്ച് സ്വരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളോടും നീക്ക മനസ്സിൽ കാട്ടണമേ. കർത്താവെ, വിഷയങ്ങൾ അവതരിപ്പിച്ച നിന്റെ ദാസന്മാരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. അത് മറ്റുള്ളവരുടെ ഉള്ളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. ഇങ്ങനെ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ നിന്റെ ദാസന്മാർക്ക് കൊടുത്ത വലിയ കൃപയെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കേൾക്കുന്നതായ ഓരോ മക്കളുടെ മേലും ദൈവമേ നീ പ്രവർത്തിക്കണമേ. അവരും കർത്താവെ നിത്യതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം അവരെ നീ സഹായിക്കണമേ. അനിലയ്യപ്പൻ ബദറിനെയും ജിമ്മി ബദറിനെ അങ്ങനെ എല്ലാ സഹോദരങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവമേ, നിന്റെ വചനം മാറ്റമില്ലാത്തതാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദാസന്മാർ കർത്താവെ പറഞ്ഞപ്പോഴാരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അത് ശ്രദ്ധിക്കണമെന്ന് അവർക്ക് തന്നെ ഓരോ മക്കൾക്കും തോന്നിത്തുടങ്ങി. ദൈവമേ, നീ പ്രവർത്തിക്കണമേ. കർത്താവെ, ഈ പൈശാചികത്തെ എതിർത്ത് കർത്താവെ എതിർത്ത് തോൽപ്പിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസന്മാർക്ക് നീ ശക്തി പകരണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അടിയങ്ങളോട് നീ കരുണ കാട്ടണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. കടന്നു വന്നതായ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ജാതിഭേദമന്യേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഓരോ മക്കളുടെയും ഹൃദയങ്ങളിൽ നീ ഇടപെട്ട് ദൈവമേ, അവര് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുകയും അതിനോടൊപ്പം ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഒരേ ഒരു രക്ഷിതാവ് ആ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യത അനുഭവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും നീ സഹായിക്കണം. യാചന കേട്ടിരിക്കുക. സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു ബ്രദേഴ്സ് ഫോർ കമ്മിങ്. എല്ലാവർക്കും നന്ദി. വന്നതിലും വന്ന് കേൾവിക്കാരായി ഇരുന്നതിലും വന്ന് സംബന്ധിച്ചതിലും സ്പീക്കേഴ്സ് പാനലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി. അൺപാക്ക് ഹിസ്റ്ററി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഫോളോ ദ ക്ലബ്. നമ്മൾ റെഗുലറായിട്ട് ഈ ടോപ്പിക്കിനെ ഇനിയും ഓരോ സെക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡു കം ആൻഡ് ഇത് കൂടുതൽ ആൾക്കാരിൽ ഇതിനെക്കുറിച്ച് അറിയിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എബ്രഹാം ബ്രദറുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഗ്യാദർ മോർ ഇൻഫർമേഷൻ. അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. താങ്ക് യു സോ മച്ച്.